بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم ما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ മസല എടുത്ത്? ഒന്ന് മീറാസുൽ ഉമ്മാൻ്റെ മീറാസ്, ഉമ്മാക്ക് അനന്തര സ്വത്ത്. പിന്നെ മീറാസുൽ അബ്, ഇത് രണ്ടുള്ളൂ. ഉമ്മാക്ക് എത്ര പറഞ്ഞേ? ഉമ്മാക്ക് സുലുസ്, ആറിലൊന്ന്, പിന്നെ സുലുസുൽ ബാക്കി. സുലുസ് കിട്ടല്ല എപ്പോഴാ? ഉമ്മാക്ക് സുലുസ് കിട്ടണമെങ്കിൽ മകനുണ്ടാകാൻ പാടില്ല, പിന്നെ ജമ്മു മിനൽ ഇഖ്വ, ഒന്നിലേറെ സഹോദരങ്ങൾ ഉണ്ടാകാൻ പാടില്ല മസലയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉമ്മാക്ക് മൂന്നിലൊന്ന്. ആറിലൊന്ന് ഉമ്മാക്ക് അല്ല അനന്തരം മയ്യത്തിന് അനന്തരം എടുക്കുന്ന മക്കളുണ്ടാവുക, അല്ലെങ്കിൽ ഒന്നിലധികം സഹോദരങ്ങൾ മയ്യത്തിനുണ്ടാവുക. അപ്പം ഉമ്മാക്ക് ആറിലൊന്ന്. സുലുസുൽ ബാക്കി ഉമ്മാക്ക് ലഭിക്കുന്നത് മസല ഉമരിയയിലാണ്. രണ്ട് മസലകളാണ് അതിൽ പറഞ്ഞത്. ഒന്നുകൂടി നമുക്ക് ഇന്നത് വരും, അപ്പോൾ അതൊന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. വാപ്പാക്ക് സ്വത്ത് ഒന്നുകിൽ ആറിലൊന്ന്, അല്ലെങ്കിൽ ബാക്കി, അല്ലെങ്കിൽ ആറിലൊന്നും ബാക്കിയും. അതായത് ഫറദായിട്ട് വാപ്പ അനന്തരം എടുക്കും. ഫറദ് എന്ന് പറഞ്ഞാൽ ആറിലൊന്ന്, നിർണിത വിഹിതം. വാപ്പ തഹസീബായിട്ട് അനന്തരം എടുക്കും, അതാണ് ബാക്കി എടുക്കുക എന്നാണ്. ഫറദിൻ്റെ ആളുകൾ അനന്തരം എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് മുഴുവൻ വാപ്പ എടുക്കും. മൂന്നാമത്തേത് ഫറദ് അല്ലെ, പിന്നെ ഫറദായിട്ട് കൊടുക്കും, എന്നിട്ട് പിന്നെ അസബായിട്ട് കൊടുക്കും. ഫറദും അസബിയും ഒന്നിച്ച് ഫറദായിട്ട് ഇങ്ങനെ ആറിലൊന്ന് വരും, പിന്നെ ബാക്കി വരുന്ന അസബായിട്ടും എടുക്കും. വാപ്പാക്ക് ആറിലൊന്ന് കിട്ടുമല്ലോ എപ്പോഴാണ്? മസലയിൽ മകനുണ്ടാകുമ്പോൾ, അതായത് മരിച്ച ആൾക്ക് ആൺകുട്ടി ഉണ്ടാകുമ്പോൾ, ഫറോന് വാരിസിന് ദക്കർ ഉണ്ടാകുമ്പോൾ വാപ്പാക്ക് ആറിലൊന്ന്. വാപ്പാക്ക് ബാക്കി ലഭിക്കൽ എപ്പോഴാണ്? മസലയിൽ ഫറ ഉണ്ടാകുമ്പോൾ. ഫറ അങ്ങനെയുള്ള അല്ല, മസലയിൽ ഫറ ഇല്ലാതിരിക്കുമ്പോൾ, മകനോ മകളോ മസലയിൽ ഇല്ലാതിരിക്കുമ്പോൾ, മകനുണ്ടെങ്കിൽ ആറിലൊന്നായി. മകളുണ്ടെങ്കിലും വാപ്പാക്ക് ആറിലൊന്നാണ്. സ്വത്ത് ശേഷിക്കാത്ത വിധം വരുമ്പോൾ വാപ്പാക്ക് ആറിലൊന്നും ബാക്കിയും ലഭിക്കൽ എപ്പോഴാണ്? ഒരു മസലയിൽ ഫറദിൻ്റെ ആളുകളുണ്ട്. ആ ഫറദിൻ്റെ ആളുകൾ സ്വത്തെടുത്ത് ശേഷിക്കും ചെയ്ത് അപ്പോൾ വാപ്പാക്ക് ആറിലൊന്നും ഉണ്ടാകും, ബാക്കി ഉണ്ടാകും. അതായത് പിന്നെ ഈ ആറിലൊന്നും ബാക്കിയും കിട്ടുന്ന മസലയിൽ എന്തായാലും മകൾ ഉണ്ടായിരിക്കും. കാരണം മകൾ ഉണ്ടാകുമ്പോഴാണ് എന്ത്? ആറിലൊന്ന്. അതായത് മസലയിൽ മകൾ ഉണ്ടാവുകയും വാപ്പി മകളും ഉണ്ടാകുക, എന്നിട്ട് മകളും വാപ്പി ഉണ്ടാകുമ്പോൾ എത്രയായിരിക്കും സ്വത്ത്? പകുതിയായിരിക്കും. പിന്നെ സ്വത്ത് ശേഷിക്കും ചെയ്യുക. മകളുള്ളത് കാരണത്താൽ വാപ്പാക്ക് ആറിലൊന്ന്, പിന്നെ ശേഷിക്കുന്നത് അതും വാപ്പാക്കുള്ളതാണ്. അതാണ് ആറിലൊന്നും ബാക്കിയും. ഇനി ഇന്നത്തേത് മസ്അലത്തുൽ ജദ്ദ. എന്താ ഈ ജദ്ദ? വല്യമ്മ. ജദ്ദ എന്ന് പറഞ്ഞാൽ വല്യമ്മാൻ്റെ മീറാസ്, അനന്തര സ്വത്ത്. ഞാൻ അറബി കൂടുതൽ എഴുതിയിട്ടില്ല. അറബി എഴുതിയിട്ടില്ല. എന്തിന്? നിങ്ങൾ മലയാളം എഴുതിയാൽ മതി. ഞാൻ പറയുന്നത് അറബി അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറബി വായിച്ച് അത് മനസ്സിലാക്കി പിന്നെ നിങ്ങൾ എഴുതുമ്പോഴത്തേക്ക് പിന്നെ ചിലപ്പോൾ തല കറങ്ങിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിയമം ഞാൻ പറയും, അത് നിങ്ങളെ സൈഡിൽ സൗകര്യമുള്ളിടത്ത് എഴുതുക. പിന്നെ ഇവിടെ ചിത്രം ഉണ്ടല്ലോ, അത് നിങ്ങൾ പിന്നെ മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്താൽ മതി, അത് പൂരിപ്പിച്ചാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ഏറെക്കുറെ ചിത്രം കിട്ടും. മീറാസുൽ ജദ്ദ, ജദ്ദയുടെ മീറാസ് എന്ന് പറയുമ്പോൾ ജദ്ദ ആരാ? ജദ്ദ എന്ന് പറഞ്ഞാൽ വല്യമ്മ. എല്ലാ വല്യമ്മമാർക്കും സ്വത്ത് ഉണ്ടാവില്ല. വാപ്പായുടെ ഉമ്മയായാലും ഉമ്മയുടെ ഉമ്മയായാലും അവരാണ് ജദ്ദ. ഉമ്മൻ്റെ ഉമ്മ ജദ്ദയാണ്, വാപ്പാൻ്റെ ഉമ്മയും ജദ്ദയാണ്. ഇനി വാപ്പാൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ഉമ്മ, അതും ജദ്ദയല്ലേ? ജദ്ദ എന്ന് പറഞ്ഞാൽ കുറേ അല്ലേ? ഉമ്മ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ള ഒക്കെ എന്താണ്? ജദ്ദയാണ്. ഇപ്പം ഉമ്മാൻ്റെ ഉമ്മ നമ്മൾ പറഞ്ഞേ ഉമ്മുൽ എന്നാണ് ഒന്ന്.
ഇത് ജദ്ദയാണ്. അതേപോലെ തന്നെ ഉമ്മുൽ അബ്, വാപ്പാൻ്റെ അമ്മ, ഇതും ജദ്ദയാണ് അല്ലേ? ഇത് മാത്രമേ ജദ്ദയുള്ളൂ? അല്ല, ഇതിൻ്റെ ഇവിടെ ഒരു ഉമ്മിടുകയാണ് നമ്മൾ. ഉമ്മുൽ അപ്പം വല്യമ്മാൻ്റെ അമ്മ, അതും ജദ്ദയാണ്. അതേപോലെ ഇവിടെ ഉമ്മുൽ അബ്, ഇതും എന്താണ്? ജദ്ദയാണ് അല്ലേ? പറഞ്ഞാൽ മനസ്സിലായി? ഇതൊക്കെ വല്യന്മാരാണ്. ഇങ്ങനെയുള്ള ജദ്ദയാണ് പരിഗണന. അതായത് വാപ്പാൻ്റെ അമ്മ, പിന്നെ അതിൻ്റെ അമ്മ, അങ്ങനെയുള്ള അമ്മ ഉണ്ടല്ലോ, അവരാണ് പരിഗണന. ഇതിൻ്റെ ഇടയിൽ ആണ് വന്നാൽ ഖലാസ് മുറിഞ്ഞ്. അതേപോലെ ഉമ്മൻ്റെ ഉമ്മയാകുമ്പോഴും ഉമ്മൻ്റെ ഉമ്മൻ്റെ അമ്മ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരാണ് വന്നാലോ മുറിഞ്ഞ്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അവർ ജദ്ദ, അനന്തരാവകാശത്തിൽ ജദ്ദല്ല, കാരണം അവർക്ക് സ്വത്തുവരിയില്ല. ഇപ്പോൾ ഉമ്മാൻ്റെ ഉമ്മ, ഈ ഉമ്മാൻ്റെ വാപ്പ, അല്ല അതിൻ്റെ അമ്മ, അതും വല്യമ്മയല്ലേ? ഇതിലിടയിൽ ആണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്യമ്മ വരുമല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഉമ്മാൻ്റെ ഉമ്മ, എന്നിട്ട് പിന്നെ മഹദ്ദുൽ ഇനാസ് ആയിരിക്കണം, ഉമ്മമാർ മാത്രമായിരിക്കണം ശൃംഖല തുടരേണ്ടത്. വാപ്പാൻ്റെ ഉമ്മ, അതും എന്തായിരിക്കണം? പിന്നെ ഉമ്മ അങ്ങനെ ഉമ്മാർ മാത്രമായിരിക്കണം. ഇടയിൽ ആര് വരരുത്? ആണ് വന്നിട്ട് പിന്നെ ഉമ്മ വരരുത്. അപ്പോൾ വാപ്പാൻ്റെ വാപ്പാൻ്റെ ഉമ്മ വേണ്ട, അത് പറ്റൂല, അത് ജദ്ദല്ല, മീറാസിൽ ജദ്ദല്ല, വല്യമ്മല്ല. അപ്പോൾ ആരാണ് സ്വത്ത് അനന്തരമെടുക്കുന്ന ജദ്ദത്ത് വല്യമ്മ? അത് ഉമ്മാൻ്റെ ഉമ്മ, അതങ്ങനെ മഹബ്ബുൽ ഇനാസിൽ പെണ്ണായിട്ട് തുടർന്നു പോകുന്നതാണ്, ഇടയിൽ ആണ് വരാൻ പാടില്ല. വാപ്പാൻ്റെ ഉമ്മയും അങ്ങനെയാണ്. പിന്നെ ഉമ്മ, വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഉമ്മ, അങ്ങനെ ഉമ്മാൻ്റെ ഉമ്മ, അങ്ങനെ. അതാണ് തിരിഞ്ഞിട്ടില്ലേ? കാരണം ഇതിലിടയിൽ ആണ് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? ഇതിലിപ്പോൾ വാപ്പാൻ്റെ ഉമ്മ വന്ന്, എന്നിട്ട് ഈ വാപ്പാൻ്റെ ഉമ്മൻ്റെ ഉമ്മാൻ്റെ വാപ്പ, അതിൻ്റെ ഉമ്മ, അതും എന്താണ്? ജദ്ദത്താണ്. പക്ഷേ ഇടയിൽ അബ് വന്ന്, അപ്പം അങ്ങനെയാണെങ്കിൽ അനന്തരം കിട്ടുന്ന ജദ്ദത്തല്ല. അപ്പോൾ ഈ ഇനാസുകളുണ്ടല്ലോ, ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പെണ്ണായിട്ട് തുടർന്ന് പോകണം, അവർക്കാണ് സ്വത്തുവരി. പിന്നെ ഇതാണ് വല്യന്മാർക്ക് സ്വത്ത് കിട്ടാനുള്ള ഒരു നിബന്ധന. എന്താണ്? ഈ വല്യന്മാർ ഉമ്മാരായിട്ട് ഇങ്ങനെ തുടർന്ന് പോകണം. ഒന്ന്. രണ്ട്, ഉമ്മ ഉണ്ടാകാൻ പാടില്ല. മസലയിൽ ഉമ്മ ഉണ്ടാകാൻ പാടില്ല. ഉമ്മ ഉണ്ടായാലും എന്താ? ഉമ്മ ഉണ്ടായാൽ വല്യമ്മാനെ തടയും. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ സെയ്ദ് മരണപ്പെട്ടപ്പോൾ സെയ്ദിൻ്റെ ഉമ്മ ഉണ്ട്, സെയ്ദിൻ്റെ ഉമ്മാൻ്റെ അമ്മയുണ്ട്. ആരാ ജദ്ദത്ത്? ഉമ്മൻ്റെ അമ്മയാണ്. ഇതാണ് വല്യമ്മ അല്ലേ? ഇവിടെ സെയ്ദിൻ്റെ മകനും ഉണ്ടെങ്കിൽ ഉമ്മാക്ക് എത്ര സ്വത്തോരി? ഉമ്മാക്ക് 6/1. എന്തുകൊണ്ട്? മകനുള്ളത് കൊണ്ട് ഉമ്മനെ 3/1 നിന്ന് 6/1 തടയും. ഉമ്മൻ്റെ അമ്മാക്കോ വല്യമ്മാക്കോ സ്വത്തില്ല. എന്തുകൊണ്ട്? മസലയിൽ ഉമ്മ ഉള്ളതുകൊണ്ട്. അപ്പോൾ ആദ്യം വല്യന്മാർക്ക് സ്വത്തോരി ഉണ്ട്. എത്രയാണ് ആ സ്വത്തോരി? അത് 6/1. വല്യന്മാർക്ക് സ്വത്തോരി ഉണ്ട്. അത് എത്രയാണ്? 6/1. ആ സ്വത്തോരി ലഭിക്കണമെങ്കിൽ വല്യമ്മ ആരായിരിക്കണം? ഉമ്മാൻ്റെ ഉമ്മ. ഇങ്ങനെ ഇടയിലാണ് വരാത്ത രീതിയിൽ സ്ത്രീകൾ തുടരണം. അല്ലെങ്കിൽ വാപ്പൻ്റെ ഉമ്മ. വാപ്പൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല, പക്ഷെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ അമ്മ ഉണ്ട്. മസലയിൽ ഉമ്മല്ല, പക്ഷേ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ഉണ്ട് എങ്കിൽ അതിന് സ്വത്തുണ്ട്. ഈ ഉമ്മാൻ്റെ അമ്മ ഉണ്ട്, ഇവരൊന്നും ജീവിച്ചിരിപ്പില്ല, എങ്കിൽ അതിന് സ്വത്തോരി കിട്ടും. 6/1 കിട്ടും. ഇതേപോലെ ഉമ്മൻ്റെ ഉമ്മ ഉണ്ട്, സ്വത്തോരി കിട്ടും. ഉമ്മൻ്റെ അമ്മ ഉണ്ട്, സ്വത്തോരി കിട്ടും. ഈ ഉമ്മാരൊന്നുമില്ല, പക്ഷേ ഇവരുടെ അമ്മ ഉണ്ട്, എങ്കിൽ അതിന് സ്വത്തോരി കിട്ടും. പക്ഷേ എന്തുണ്ടാകാൻ പാടില്ല? മസാലയിൽ ഉമ്മ ഉണ്ടാകാൻ പാടുള്ളതല്ല. അപ്പോൾ പറഞ്ഞാൽ എന്താ? വല്യന്മാർക്ക് എത്ര സ്വത്തോരി? വല്യന്മാർക്ക് 6/1 സ്വത്തോരി. 6/1 വല്യന്മാർക്ക് കിട്ടണമെങ്കിൽ ഒന്ന്, സ്വത്തോരി കിട്ടണ വല്യമ്മ ആയിരിക്കണം. 2, മസാലയിൽ ആരുണ്ടാകാൻ പാടില്ല? ഉമ്മ ഉണ്ടാകാൻ പാടില്ല. അത് നിങ്ങൾ ഈ പറയുന്ന മലയാളം പറയണത് നിങ്ങൾ എഴുതണം. കാരണം ഞാൻ അറബി അതിൽ എഴുതിയിട്ടില്ല, അറബി ഒഴിവാക്കി. കാരണം അറബി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറബിയും
ഞാൻ പറയുന്നത് ഒത്തിട്ട് അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ അത് എഴുതിയാൽ മതി. മസാലയിൽ ഉണ്ടാകാൻ പാട് യേശ് ഈ 2 നിബന്ധന. ഇനിയൊരു വിഷയമുണ്ട്. ആ 2 നിബന്ധന. ഒരാൾക്ക് 2 വല്യന്മാരുണ്ടാവില്ലേ? ഒരാൾ മരിച്ച്, വാപ്പാൻ്റെ അമ്മയുണ്ട്, ഉമ്മൻ്റെ അമ്മയുണ്ട്. അപ്പം എന്താ ചെയ്യുക? 2ആൾക്കും 6-1 കൊടുക്കുമോ? 6-1 2ആൾക്ക് വീതിക്കും. 2ആൾക്ക് വീതിക്കും. ആ മസാലയും നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി നിങ്ങൾ ആ മസാല ഇത് ചെയ്ത് നോക്കാണി. ഇതിലെഴുതിയത് ഒന്ന് സെയ്ദ് മരണപ്പെട്ടപ്പോൾ സെയ്ദിൻ്റെ ജദ്ദത്തുണ്ട്. നമ്മൾ ഉമ്മുലുമ്മെന്നൊന്നും എഴുതണില്ല, ജദ്ദത്ത് എന്നാണ് എഴുതണത്. സെയ്ദ് മരിച്ച് ആരുള്ളത്? സെയ്ദിൻ്റെ ജദ്ദത്തുണ്ട്. പിന്നെ ആരുള്ളത്? മകനുമുണ്ട്. കണ്ട എത്ര എങ്ങനെയാണ് ഓരിയൊക്കെ? ജദ്ദത്തിന് 6-1, ബാക്കി മകന് 6-1. കണ്ട അപ്പോൾ 6-1 ഒരു വല്യമ്മക്ക് 5 മകന് ഇങ്ങനെ കൊടുക്കും. ഇവിടെ എങ്ങനെ ഈ വല്യമ്മക്ക് 6-1 കിട്ടിയെന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ പഠിച്ച തത്വപ്രകാരം മസലയിൽ ഉമ്മല്ല, മസലയിൽ ഉമ്മല്ല പറഞ്ഞാൽ ഏതെങ്കിലും പൊട്ടൻ ഉമ്മല്ല എന്നുള്ളത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഈ ജദ്ദത്ത് ആരാണ്? ജദ്ദത്ത് അനന്തരമെടുക്കുന്ന ജദ്ദത്താണ്. അനന്തരമെടുക്കുന്ന ജദ്ദത്താണ്. കാരണം എന്താ? ഒന്നുകിൽ ഉമ്മൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ വാപ്പാൻ്റെ ഉമ്മയാണ്. മനസ്സിലായോ? വാപ്പ വന്ന് വാപ്പാൻ്റെ അമ്മയും വന്നാൽ കിട്ടുക? ഇല്ല. വാപ്പാൻ്റെ അമ്മാനെ തടയും. അത് പിന്നീട് വരുന്നൊരു മസാലയാണ് പടന്നോട്ട്. ഇനി ഈ ആമിർ മരിച്ച് ആരൊക്കെ അനന്തരം എടുക്കാനുള്ളത്? ആമിർ മരിച്ചപ്പോൾ ജദ്ദത്തുണ്ട്, അബുണ്ട്. ജദ്ദത്തുണ്ട്, അബുണ്ട്. ജദ്ദത്തിന് എത്ര സ്വത്തോരി? ജദ്ദത്തിന് 6-1 സ്വത്തോരി. ബാക്കി ആർക്കുള്ളതാണ്? ആപ്പാക്കുള്ളതാണ്. പക്ഷെ ഇവിടെ ജദ്ദത്ത് ഉമ്മുൽ ഉമ്മാണ്, ഉമ്മാൻ്റെ ഉമ്മയാണ്. 6 1 5 ഇങ്ങനെ തന്നെ. ഇനി അടുത്തത് ഉമർ മരിച്ച് അബ് എങ്ങനെ? ഇല്ലല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഉമ്മുൽ ഉമ്മാണ്. തടയും. പക്ഷേ വാപ്പൻ്റെ ഉമ്മൻ്റെ അമ്മനെ ഉമ്മ തടയും. വാപ്പാൻ്റെ അമ്മനെ വാപ്പ തടയും. പക്ഷേ പിന്നെ വാപ്പ ഉണ്ടെങ്കിൽ ഉമ്മൻ്റെ അമ്മനെ തടയില്ല, വാപ്പ ഉമ്മൻ്റെ അമ്മനെ തടയില്ല. ഉമർ മരിച്ച് ആരാൾ ജീവിച്ചിരിപ്പുള്ളത്? ബിന്തും ജദ്ദയും. കണ്ടാ? ഇല്ല, ഉമ്മ ഉണ്ടെങ്കിൽ വല്യമാർക്കില്ല, മുത്തലക്കൻ ഇല്ല. എന്തേ? ഇല്ല ഇല്ല, ഇഷ്കാലുണ്ടാ? എന്തെങ്കിലും ഇഷ്കാലുണ്ടാ? അതായത് ഉമ്മ ഉണ്ടെങ്കിൽ ആർക്കില്ല? വല്യമാരിനി ആരായാലും ഇല്ല. പക്ഷെ വാപ്പുണ്ട്, ഉമ്മൻ്റെ അമ്മയുണ്ട് എങ്കിലും ഉമ്മൻ്റെ അമ്മക്ക് സ്വത്ത് കിട്ടും. 6-1 എപ്പോഴും 6-1. വല്യന്മാർക്ക് 6-1 അല്ലാതെ എന്തില്ല? സ്വത്ത് വരില്ല. വല്യന്മാർ മാത്രമാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അപ്പോൾ വല്യന്മാർക്കാണ് സ്വത്ത്. അതേസമയം വല്യന്മാരല്ലാത്തവർ അനന്തരം എടുക്കുന്നവരുണ്ട് എങ്കിൽ അവർക്ക് 6-1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ജദ്ദയും ബിന്തും ഉണ്ട്. മകൾക്ക് എത്ര സ്വത്ത് വരി? മകൾക്ക് പകുതിയാണ്. ഇൻഷാ അല്ലാഹ് ഇനി മകളെ നമ്മൾക്ക് വരും. 6-1 വല്യന്മാർക്ക് കണ്ടോ? അപ്പോൾ ഇവിടെ 6-3 മകൾക്ക് 1 വല്യന്മാർക്ക്. അങ്ങനെ മകൾക്ക് പകുതി, ജദ്ദക്ക് 6-1. ഇനി അടുത്തൊരു വിഷയം നോക്കുകയാണ്. നിങ്ങൾ എങ്ങനെ നമ്മൾ എഴുതിയത്? സെയ്ദുണ്ട്, ഇതിൽ വരുന്ന ബാക്കി പിന്നെ അതിനനുസരിച്ച് ആളുകളെ നോക്കും, അടുത്ത അനന്തരാവകാശികളെ നോക്കും.
ആരും ഇല്ലാത്തൊരവസ്ഥ വരികയാണ് എങ്കിൽ അപ്പോൾ ഒരു മസ്അലത്തുർ റദ്ദ് എന്ന് പറഞ്ഞിട്ടൊരു മസ്അല ഉണ്ട്. അല്ലെങ്കിൽ ദവുൽ അർഹാം, ചിലപ്പോൾ ആളുകൾ ഈ ഫർദിൻ്റെ ആളുകളും ഫർദിൻ്റെ ആളുകളല്ലാത്ത ദവുൽ അർഹാം എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാവും. മനസ്സിലായില്ലേ? അകന്ന ബന്ധുക്കൾ അവരിലേക്ക് പോകും. അതില്ല എങ്കിൽ പിന്നെ ഇവരിലേക്ക് തന്നെ തിരിച്ചു വരുന്ന വേറൊരു മസ്അല ഉണ്ട്. ഇനി അടുത്തത് എന്താ നമ്മൾ എഴുതിയത്? സെയ്ദ് മരണപ്പെട്ടപ്പോൾ ആരാളുള്ളത്? ഉമ്മുൽ ഉമ്മ. അതാണ് ആര്? ജദ്ദത്ത്. ജദ്ദത്തുണ്ട്. പിന്നെ ആരാളുള്ളത്? ഇബിനുണ്ട്. പിന്നെ അബു ഉണ്ട്. ഇബിന് വന്ന് അപ്പോൾ വാപ്പാക്ക് എത്ര സ്വത്തോരി? 6-1. വാപ്പാക്ക് 6-1. കാരണം എന്താ? മസ്അലയിൽ ഫർഉൻ വാരിസുൻ ദക്കർ ഉണ്ട് എങ്കിൽ വാപ്പാക്ക് എപ്പോഴും 6-1. അതായത് ആൺകുട്ടി മയ്യത്തിന് അനന്തരം എടുക്കാണ്ട് എങ്കിൽ വാപ്പാക്ക് 6-1 സ്വത്തോരി. ജദ്ദക്കോ 6-1. ബാക്കി ആർക്കാ? മകന്. ഈ ജദ്ദ ഉമ്മുൽ ഉമ്മാണ് കേട്ടോ. അപ്പോൾ 6 കൊണ്ട് സ്വത്ത് ഓരി വെക്കുകയാണെങ്കിൽ 1 ജദ്ദക്ക്, 1 വാപ്പാക്ക്, ബാക്കി മകന്. ബാക്കി മകന്. അങ്ങനെ. അടുത്തത് നോക്കിയേ. ആമിർ മരിച്ചപ്പോൾ എന്താ അവസ്ഥ? ആരുണ്ട്? ഉമ്മുൽ ഉമ്മുണ്ട്. അതാണ് ജദ്ദ അല്ലേ? പിന്നെ ആരുണ്ട്? ഉമ്മുൽ അബുണ്ട്. ഉമ്മുൽ ഉമ്മ പറയുമ്പോ ഉമ്മുൽ മാമ മുഷ്കിൽ. പിന്നെ ഉമ്മുൽ അബ് മുഷ്കിൽ. ഇവിടെ ഉമ്മുൽ ഉമ്മ ആയാലും ഉമ്മുൽ അബ് ആയാലും മാമ മുഷ്കിൽ. അല്ലെങ്കിൽ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. പിന്നെ ആരുമുണ്ട്? ഇബിനും ഉണ്ട്. കണ്ട, ഇവിടെ ആമിറിൻ്റെ ഒരു വല്യമ്മയാണിത്. അത് വല്യമ്മാൻ്റെ അമ്മ. പിന്നെയോ ഇതും വല്യമ്മാൻ്റെ ഉമ്മ. ഇത് ഉപ്പ വഴി, ഇത് ഉമ്മ വഴി. ഇത് ജദ്ദ് അനന്തരം എടുക്കുന്ന ജദ്ദത്താണ്. അനന്തരം എടുക്കുന്ന ജദ്ദയാണിത്, ജദ്ദത്താണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആമിറിനെ നോക്കിയേ. ആമിറിന് എത്ര വല്യമാർ അനന്തരം എടുക്കും? 2 വല്യമാർ അനന്തരം എടുക്കും. അപ്പോൾ ഈ 2 വല്യമാരുള്ളപ്പോൾ എങ്ങനെ സ്വത്തോരി കൊടുക്കാന്നറിയോ? ഇവർക്ക് 2 ആക്കും 6-1, പിന്നെ ബാക്കി ഈ മകന്. അപ്പോൾ ഓരോ ഓരി കൊടുത്തിട്ട് എന്ത് ചെയ്യും? ആ ഓരോ ഓരിയിൽ നിന്ന് അര വീതം ഇവരെടുക്കും. ബാക്കി 5 ഈ മകനുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, മയ്യത്തിന് അനന്തരമെടുക്കുന്ന ഒന്നിലേറെ വല്യമ്മമാരുണ്ടെങ്കിൽ, ജദ്ദമാരുണ്ടെങ്കിൽ, അവർക്ക് 6-1 സ്വത്തോരി. അവരത് വീതിച്ചെടുക്കണം തുല്യമായിട്ട്. പക്ഷെ വല്യമാർ ഒരേ ഗ്രേഡിലായിരിക്കണം. വല്യമാർ ഒരേ ഗ്രേഡിലായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത വല്യമ്മ അകന്ന വല്യമ്മാനെ തടയും. ഇപ്പം ഇവിടെ ഉമ്മുൽ ഉമ്മുണ്ട്, ഉമ്മുൽ അബും ഉണ്ട് അല്ലേ? പക്ഷെ ഇവിടെ ഒരു ഉമ്മയും കൂടി ഏറെ വന്ന് നോക്കുക. ഉമ്മിൽ അബ് ഉണ്ട് എങ്കിൽ ഈ ഉമ്മ കിട്ടുമോ? ഇതിന് കിട്ടൂല. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് അടുത്ത വല്യമാരുണ്ടല്ലോ, അകന്ന വല്യമാരെന്ത് ചെയ്യും? അവർ തടയും. ഇവിടെ ഇതുണ്ടാ ഉമ്മാൻ്റെ അമ്മ, ഉമ്മാൻ്റെ പാപ്പാൻ്റെ ഉമ്മാൻ്റെ അമ്മ ഒരേ ഗ്രേഡാണ്. ഇനി ഇവിടെ ഒരു ഉമ്മാനെ ഏറെ എഴുതിയാൽ എന്തായി? ഇവിടെ ഒരു ഉമ്മാനെ എഴുതിയാൽ എന്തായി? ദർജ അത് അകന്നുപോയി. അപ്പോൾ ആർക്കാ സ്വത്തോരി കിട്ടുക? ഉമ്മ ഉണ്ടായാൽ, ഇവിടെ ഉമ്മ ഉണ്ടായാൽ ഇവർ കിട്ടൂല. അതേപോലെ അടുത്ത വല്യമ്മ അകന്ന വല്യമ്മാനെ തടയും. അടുത്ത വല്യമ്മ അകന്ന വല്യമ്മാനെ തടയും. അപ്പോൾ 6-1 പങ്കാളികളാകണമെങ്കിൽ എന്ത് ചെയ്യണം? തുല്യ ദർജയിലായിരിക്കണം. മനസ്സിലാണ്ട? അതാണ് പിന്നെ നമ്മൾക്ക് വല്യന്മാരുടെ അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ പഠിക്കാനുള്ളത്. വല്യന്മാർക്ക് സ്വത്ത് എപ്പോഴും എത്രയായിരിക്കും? 6-1 അതിനുള്ള നിബന്ധന മസ്അലയിൽ ഉമ്മ ഉണ്ടാകാൻ പാടില്ല. പിന്നെ സ്വത്ത് അനന്തരം എടുക്കുന്ന വല്യമ്മായിരിക്കും ചെയ്യണം. അതാരാണ്? അത് മഹല്ലുൽ ഇനാസായിട്ട് തുടരുന്ന വല്യമ്മ എന്നതിന് പറയാം. ഉമ്മാൻ്റെ ഉമ്മ, ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ഉമ്മ, ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ഉമ്മ, അങ്ങനെ വാപ്പാൻ്റെ ഉമ്മ,
വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഉമ്മ, വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ഉമ്മ, അങ്ങനെ. ആ വല്യമാർ, എന്നാലും ഇത് പിന്നെ വല്യമാരുണ്ടാവും, ഉമ്മാരുണ്ടാവില്ല. ശരി, അങ്ങനത്തെ മസാലകൾ വരും. ഇനി മീറാസുൽ ജദ്. എന്താ മീറാസുൽ ജദ്? വല്യപ്പാൻ്റെ അനന്തര സ്വത്ത്. വല്യപ്പാൻ്റെ അനന്തര സ്വത്തിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, വല്യമാരുടെ സ്വത്ത് പോലെയല്ല, കുറച്ചൊരു മസാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വിഷയമുണ്ട്. എങ്കിലും പിന്നെ വല്യപ്പാൻ്റെ അനന്തര സ്വത്ത് വാപ്പാൻ്റെ അനന്തര സ്വത്ത് പോലെ തന്നെയാണ്. വാപ്പാൻ്റെ അനന്തര സ്വത്ത് പോലെയാണ്. പക്ഷേ വല്യപ്പാർക്ക് സ്വത്ത് കിട്ടണമെങ്കിൽ ആരുണ്ടാകാൻ പാടില്ല മസാലയിൽ? വാപ്പ ഉണ്ടാകാൻ പാടില്ല. വാപ്പ ആരെ തടയും? വല്യപ്പാനെ തടയും. മനസ്സിലായോ? അല്ല, അത് പറയാം. അതിന് വല്യപ്പാർക്ക് ഒന്നുകിൽ സ്വത്ത് എത്രയാണ്? 6/1, അല്ലെങ്കിൽ ബാക്കിയുള്ളത് മുഴുവനാണ്, അല്ലെങ്കിൽ 6/1 ബാക്കിയാണ്. 6/1 ബാക്കിയാണ്. വല്യപ്പ ഫറലായിട്ട് സ്വത്ത് അനന്തരം എടുക്കും, അസബക്കാരനായിട്ട് സ്വത്ത് അനന്തരം എടുക്കും, ഫറലും അസബക്കാരനായിട്ട് സ്വത്ത് വരി എടുക്കും. അതാണ് അതിൻ്റെ ഫറായിദുൽ ഭാഷ്യം. വാപ്പാൻ്റെ മാതിരി തന്നെയാണ് വല്യപ്പാൻ്റെ സ്വത്ത് വരി. പക്ഷേ വല്യപ്പാക്ക് ജദ്ദിന് ഈ സ്വത്തോരി കിട്ടണമെങ്കിൽ മസാലയിൽ ആരുണ്ടാകാൻ പാടില്ല? വാപ്പ ഉണ്ടാകാൻ പാടില്ല. വാപ്പ വല്യപ്പാൻ എന്ത് ചെയ്യും? തടയും. അപ്പോൾ ഏതൊരു മസാലയിലാണോ ഉപ്പുള്ളത് ആ മസാലയിൽ ആർക്കും സ്വത്തോരിയില്ല? വല്യപ്പാക്ക് സ്വത്തോരില്ല, ജദ്ദിന് സ്വത്തോരില്ല. അപ്പോൾ ഇനി 6/1 വല്യപ്പാക്ക് കൊടുക്കുക. നമുക്ക് 6/1 എപ്പോഴാണ് വല്യപ്പാക്ക് സ്വത്തോരി ഇട്ടുക? ഒരു നിബന്ധന നമ്മൾ പറഞ്ഞ്, എന്താ? വാപ്പ ഉണ്ടാകാൻ പാടില്ല. 2, മയ്യത്തിന് അനന്തരം എടുക്കുന്ന ആൺകുട്ടി മസാലയിൽ ഉണ്ടാകുക. മയ്യത്തിന് അനന്തരം എടുക്കാൻ ആരുണ്ടാകണം? ആൺകുട്ടി ഉണ്ടാകണം. നമ്മൾ പറഞ്ഞില്ലേ വാപ്പാക്ക് എപ്പോഴാണ് 6/1 കൊടുക്കുക? മസാലയിൽ ഫറഉൻ വാരിസുൻ ദക്കർ, അനന്തരം എടുക്കുന്ന ആൺതല ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഏതൊരു മസാലയിലാണോ അനന്തരം എടുക്കുന്ന ആൺകുട്ടി ഉള്ളത് മയ്യത്തിന്, ആ മസാലയിൽ വല്യപ്പാക്ക് എത്ര ആയിരിക്കും സ്വത്തോരി? 6/1 ആയിരിക്കും. ഉദാഹരണത്തിന് സെയ്ദ് മരിച്ചപ്പോൾ സെയ്ദിന് ജദ്ദും ഉണ്ട് ഇബിനും ഉണ്ട്. ഉണ്ടാ? ജദ്ദിന് എത്ര സ്വത്തോരി? 6/1. ബാക്കിയുള്ള സ്വത്തോരി മകനാണ്. അപ്പോൾ 6/1 5, ഇങ്ങനെയാണ് സ്വത്തോരി. കണ്ട? മനസ്സിലായ? നിങ്ങളതിൻ്റെ ഈ ഉദാഹരണത്തിൽ അവിടെ നമ്മൾ ജദ്ദിൻ്റെ ഉദാഹരണം എവിടെ എഴുതിയിരിക്കുന്നത്? അതാണ് എഴുതി. ഇപ്പം മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലാകണ്ട? മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് മുനാക്കശ ചെയ്തിട്ട് പിന്നെ ഇതാക്കാം. ഇനി ഇപ്പോൾ 6/1 കിട്ടണത് നമ്മൾ എഴുതി. എപ്പോഴാണ് 6/1 കിട്ടുക? വാപ്പ ഉണ്ടാകാൻ പാടില്ല, മയ്യത്തിന് അനന്തരം എടുക്കുന്ന മകൻ ഉണ്ടാവണം. അപ്പോൾ വല്യപ്പാക്ക് 6/1. വാപ്പാനെ പോലെ തന്നെ. ഇനി വാപ്പാക്ക് 6/1 അല്ല, വല്യപ്പാക്ക് 6/1 സ്വത്തോരി കിട്ടൽ എപ്പോഴാണ്? വല്യപ്പാക്ക് 6/1 സ്വത്തോരി കിട്ടൽ മസ്അലയിൽ അല്ല, 6/1 നമ്മൾ പറഞ്ഞു. ബാക്കി സ്വത്തോരി കിട്ടൽ എന്ന് പറഞ്ഞാൽ അസബക്കാരനായിട്ട് വല്യപ്പ സ്വത്ത് മുഴുവൻ എടുക്കൽ എപ്പോഴാണ്? ഫറദിൻ്റെ ആളുകൾ അവരുടെ സ്വത്തോരി എടുത്ത് കഴിഞ്ഞാലാണ്. ഫറദിൻ്റെ ആളുകൾ അവരുടെ സ്വത്തോരി എടുത്ത് ഒന്നും ശേഷിക്കണില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഹലീമ എന്ന സ്ത്രീ മരിച്ച് അവർക്ക് ഉമ്മുണ്ട്, പിന്നെ ജദ്ദുണ്ട്. ഉമ്മുണ്ട്, ജദ്ദുണ്ട്. ഇവിടെ എത്ര ഉമ്മാക്ക് സ്വത്തോരി പറഞ്ഞാണ്? ഉമ്മാക്ക് എത്ര ഇവിടെ സ്വത്തോരി? 3/1. എന്തുകൊണ്ട്? മകനുമില്ല, ഒന്നിലധികം സഹോദരന്മാരുമില്ല, ഒന്നിലധികം സഹോദരന്മാർ. ഇവിടെ ഉമ്മാക്ക് 3/1. ബാക്കി ആർക്കുള്ളതാ? ബാക്കി ജദ്ദിനുള്ളതാണ്. അപ്പോൾ ഇവിടെ 3/1 ഉമ്മക്ക് കൊടുത്തിട്ട് 3 കൊണ്ട് ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ 3/1 ഉമ്മക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എത്രയുള്ളത്? 2ആണ്. അപ്പോൾ ബാക്കിയുള്ള സ്വത്ത് മുഴുവൻ ആരെടുക്കും?
ജദ് എടുക്കും. അതാണ്. അപ്പോൾ ഇവിടെ ഈ മസലയിൽ ബാക്കി ആർക്കുള്ളതാണ്? ബാക്കി ജദ്ദിനുള്ളതാണ്. കാരണം ഇവിടെ ഫറദിൻ്റെ ആൾ അനന്തരം എടുത്ത് ജദ്ദാണ്, ജദ്ദത്തല്ല അവിടെ. അപ്പോൾ ആര് ആര് ജദ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പാൻ്റെ വാപ്പ, അതായത് ഉമ്മ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. സ്ത്രീ ഇടയിൽ വരാത്ത വിധം പിതൃശൃംഖല തുടരുന്നതാണ് അനന്തരം എടുക്കുന്ന ജദ്ദ്. അതായത് വാപ്പാൻ്റെ വാപ്പ ഇങ്ങനെ, അതാണ് അനന്തരം എടുക്കുന്ന ജദ്ദ്. അല്ല, ഉമ്മാൻ്റെ വാപ്പ അനന്തരം എടുക്കുന്ന ജദ്ദല്ല. കാരണം ഉമ്മ പിന്നെ സ്ത്രീ ഇടയിൽ വന്ന് മയ്യത്തിൻ്റെയും ഈ അനന്തരം എടുക്കുന്ന വ്യക്തിൻ്റെ ഇടയിൽ സ്ത്രീ വരാൻ പാടില്ല. ഇല്ലല്ല. അതായത് അത് നമ്മൾ പറഞ്ഞില്ല. ആരാണ് അനന്തരം എടുക്കുന്ന ജദ്ദ്? അനന്തരം എടുക്കുന്ന ജദ്ദ് മയ്യത്തിൻ്റെയും ഈ അനന്തരം എടുക്കുന്ന ജദ്ദ് ഉണ്ടല്ലോ അതിൻ്റെയും ഇടയിൽ പെണ്ണ് വരാൻ പാടില്ല. അപ്പോൾ വാപ്പാൻ്റെ വാപ്പ, വാപ്പാൻ്റെ വാപ്പാൻ്റെ വാപ്പ, വാപ്പാൻ്റെ വാപ്പ ഇങ്ങനെ തുടരും. ഇനി വാപ്പാൻ്റെ വാപ്പ വന്ന് പിന്നെ ഈ വാപ്പാൻ്റെ ഉമ്മ, പിന്നെ അതിൻ്റെ വാപ്പ വന്ന്, ആ വാപ്പാക്ക് സ്വത്ത് വരില്ല. കാരണം എന്താണ്? മഹബ്ബു ദുക്കൂറായിട്ട് തുടരണം. മയ്യത്തിൻ്റെയും അനന്തരം എടുക്കുന്ന ഈ ജദ് ഉണ്ടല്ലോ അതിൻ്റെയും ഇടയിൽ പെണ്ണ് വരാൻ പാടില്ല. അല്ല, അനന്തരം എടുക്കല്ല, പിന്നെ ഈ ജദ്ദിൻ്റെയും ഇടയിൽ ഒരു സ്ത്രീ വരാൻ പാടില്ലതല്ല. വാപ്പാൻ്റെ ശൃംഖലയിൽ അതാണ് ജദ്, അനന്തരം എടുക്കുന്ന ജദ് അൽ വാരിസ്. തയ്യം. അപ്പോൾ ഇവിടെ ബാക്കി ജദ്ദിന്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ മസാല പറഞ്ഞത്? ബാക്കി വാപ്പ വല്ലിപ്പാക്ക് കിട്ടും. എപ്പോൾ? മസാലയിൽ വാപ്പ ഉണ്ടാകാൻ പാടില്ല. പിന്നെ അസ്ഹാബുൽ ഫുറൂദ് അവരുടെ ഫറദ് എടുത്തിട്ട് ബാക്കിയുള്ളത് ഒന്നും ശേഷിക്കണില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ആയിരിക്കാണ് അത് പിന്നെ വല്ലിപ്പാക്കുള്ളതാണ്. ഇനി 6-1 ബാക്കിയും വാപ്പാക്ക് കിട്ടൂലേ? അതേപോലെ തന്നെ 6-1 ബാക്കിയും ആർക്ക് കിട്ടും? അത് പിന്നെ വല്ലിപ്പാക്ക് കിട്ടും. എപ്പോൾ? അത് കിട്ടണമെങ്കിൽ ഈ മസലയിൽ മകൾ ഉണ്ടായാൽ മതി. മകൾ, ഉദാഹരണത്തിന് ഇപ്പോൾ അമ്ര, നമ്മൾ ഉദാഹരണങ്ങൾ അതിൽ ഉദാഹരണം എഴുതിയിട്ടില്ലേ? ഉമറിൻ്റെ വിഷയത്തിൽ ഉമറിൻ്റെ മകളുമുണ്ട് ജദ്ദുണ്ട്. ഇതിൽ മകളുള്ളത് കാരണത്താൽ വാപ്പാക്ക് 6-1, മകൾക്ക് പകുതിയാണ്. അപ്പോൾ ഈ 6-1 വാപ്പാക്ക് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ പകുതി എത്രയാണ്? 3 കണ്ടോ? 6-1 പകുതി 3, പിന്നെ 6-1 എത്രയാണ്? 1. ബാക്കി സ്വത്ത് വരെയുണ്ട്. അപ്പോൾ വാപ്പാക്ക് ഈ മസാലയിൽ 6-1 പിന്നെ ബാക്കിയുള്ളതുമാണ്. അതെത്രയാണ്? 2. കണ്ട, ഇങ്ങനെ സ്വത്ത് വരും. ഇത് ഈ വിധം, അതായത് ഏതൊരു മസലയിലാണോ വാപ്പ മകളോട് ഒന്നിച്ച് വരുന്നത് അല്ലെങ്കിൽ വല്യാപ്പ മകളോട് ഒന്നിച്ച് വരുന്നത് ആ മസലയിലാണ് 6-1 ബാക്കിയും വാപ്പാക്ക് വരിക. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മസല, ഞാൻ കഴിഞ്ഞ ഒരു ഉദാഹരണം ഇതിന്, അങ്ങനെയുള്ള ചില മസലകളിൽ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ചില മസലകളിൽ പിന്നെ വാപ്പാക്ക് പിന്നെ സ്വത്തോരി ഉണ്ടാവില്ല. ഫറദിൻ്റെ ആളുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വത്തോരി ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണത്താലാണ് ഒരു നിർണിത വിഹിതം വാപ്പാക്ക് ഉണ്ടാക്കാൻ 6-1 നിശ്ചയിച്ചത്. അല്ലെങ്കിൽ വാപ്പാക്ക് 6-1 ബാക്കിയാണ് കൊടുത്താൽ മതി. അത് കൊടുക്കാതെ 6-1 നിശ്ചയിച്ചത് എന്താണ്? ചില മസാലകൾ വീതിച്ചിട്ടുണ്ടെങ്കിൽ വാപ്പാക്ക് ഒന്നും ഉണ്ടാവില്ല ബാക്കി കൊടുക്കാൻ നിന്നാൽ. അപ്പോൾ എന്ത് ചെയ്തു? 6-1 നിശ്ചയിച്ചു. ബാക്കി എന്ത് ചെയ്തു? 6-1 കഴിച്ചിട്ടുള്ള ബാക്കി എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നിശ്ചയിച്ചു. ചിലപ്പോൾ 6-1 ഉണ്ടാവുള്ളൂ, ബാക്കി ഉണ്ടാവില്ല. ചിലപ്പോൾ 6-1 ഉണ്ടാകും, ബാക്കി ഉണ്ടാകും. ഏതായാലും ഇവിടെ മസാല നമുക്കൊന്നുകൂടി ഇത് ചെയ്യാം. വല്ലിപ്പ ജദ്, അനന്തരം എടുക്കുന്ന ജദ് എന്താണ്? ജദ് എന്ന് പറഞ്ഞാൽ മഹബ്ബു ദുക്കൂറിൽ തുടരുന്ന, ആണായിട്ട് തുടരുന്ന ജദ്ദാണ് അവിടെ ഉദ്ദേശം. വാപ്പ അനന്തരം എടുക്കുന്നത് പോലെയാണ് വല്യാപ്പയും സ്വത്ത് അനന്തരം എടുക്കുക. വാപ്പ ഒന്നുകിൽ ഫറദായിട്ട് 6-1 എടുക്കും, അല്ലെങ്കിൽ അസബക്കാരനായിട്ട് ഫറദിൻ്റെ ആളുകൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് മുഴുവൻ എടുക്കും. അല്ലെങ്കിൽ 6-1 ഫറദും
ബാക്കിയുള്ളത് അസബയായിട്ട് എടുക്കും. ഇങ്ങനെയാണ് സ്വത്ത് വരി. ഇതേപോലെയാണ് വല്യാപ്പ. പക്ഷെ വല്യാപ്പാക്ക് ഈ രീതിയിൽ സ്വത്ത് കിട്ടണമെങ്കിൽ മസലയിൽ ആരുണ്ടാകാൻ പാടില്ല? വാപ്പ ഉണ്ടാകാൻ പാടില്ല. വാപ്പ വല്യാപ്പാനെ തടയും. 6-1 ലഭിക്കൽ മരിച്ച മയ്യത്തിന് ആൺകുട്ടി ഫറഉൻ വാരിസുൻ ദക്കർ ആണ് അനന്തരം എടുക്കുന്ന ആണ് ഉണ്ടാകുമ്പോഴാണ് 6-1. ബാക്കി ലഭിക്കൽ എപ്പോഴാണ്? ബാക്കി ലഭിക്കൽ ഫറദിൻ്റെ ആളുകൾ അനന്തരം എടുക്കുകയും അവർ അനന്തരം എടുത്തിട്ടുണ്ടെങ്കിൽ ശേഷിക്കുന്നത് ആർക്കുള്ളതാണ്? അത് വല്യാപ്പാക്കുള്ളതാണ്. ഫറദിൻ്റെ ആളുകൾ അനന്തരത്ത് ശേഷിക്കുന്നത് പിന്നെ വല്യാപ്പാക്കുള്ളതാണ്. 6-1 ബാക്കിയും ലഭിക്കൽ മരിച്ച മയ്യത്തിന് അനന്തരം എടുക്കുന്ന ഫറഉൻ വാരിസുൻ ഉനിസ മസലയിൽ ഉണ്ടാകുമ്പോഴാണ്. ആണ് അല്ല പെണ്ണ് അനന്തരം പിന്നെ മസലയിൽ ഉണ്ടാകും. പെണ്ണും ആണും ഉണ്ടാകുമ്പോൾ പ്രശ്നമല്ല. എന്താ? 6-1 കാരണം ആണുണ്ട് എന്നുള്ളത് കാരണത്താൽ. പക്ഷെ പെണ്ണ് മാത്രമേ ആകുമ്പോൾ ആ മസലയിൽ മയ്യത്തിന് അനന്തരം എടുക്കുന്ന പെൺകുട്ടി ഉണ്ടാകുമ്പോൾ മസലയിൽ ഉണ്ടാകുമ്പോൾ ആ മസലയിൽ വല്യപ്പാക്ക് വാപ്പാക്ക് 6-1, അതേപോലെ തന്നെ വല്യപ്പാക്ക് 6-1. പിന്നെ ഫറദിൻ്റെ ആളുകൾ കൊടുത്തിട്ട് ബാക്കി വരുന്നതും ആർക്കുള്ളതാണ്? അത് വല്യാപ്പാക്കുള്ളതാണ്. അപ്പോൾ ഫറദായിട്ട് 6-1 കൊടുക്കും. അസബക്കാരൻ എന്നുള്ള ആൾക്ക് ബാക്കിയുള്ളതും അതിലെടുക്കും. ഇതിൽ ഉമ്മുണ്ടെങ്കിലും മുഷ്കിൽ ഉമ്മാക്ക് എത്ര കൊടുക്കുക? ഈ മസലയിൽ ഉമ്മുണ്ടെങ്കിലും ഉമ്മാക്ക് എത്ര കൊടുക്കുക? 6-1. എന്തുകൊണ്ട് 6-1 കൊടുക്കണേ? ഫറഉൻ വാരിസ് മയ്യത്തിനുള്ളത് കൊണ്ട് ഉമ്മാക്ക് 6-1. അപ്പോൾ 6-1 എങ്കിൽ ഉമ്മാക്ക് ഇവിടെ 6-1 കൊടുക്കും. അപ്പോൾ വല്യാപ്പാക്ക് 6-1 ബാക്കി കണ്ട. ഇത് മനസ്സിലായ? നമ്മൾ പിന്നെ വാപ്പനെ പോലെയാണ് വല്യപ്പ എന്ന് പറഞ്ഞത്. വാപ്പനെ പോലെയാണ് വല്യപ്പ പറഞ്ഞത്. നമ്മൾ മുമ്പ് പറഞ്ഞ് മസല ഉമരിയയിൽ ആരാ ഉണ്ടാവുക? മസല ഉമരിയയിൽ എപ്പോഴാണ് മസല ഉമരിയ അറിയാം? ഒരാൾ മരിച്ചാൽ അയാളുടെ സൗജുണ്ട്, അനന്തരം എടുക്കാൻ ഭാര്യയുണ്ട്, പിന്നെ ആരുണ്ട്? ഉമ്മയുണ്ട്, വാപ്പയുണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതാണ് മസല ഉമരിയ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ സൗജിന് എത്ര കൊടുക്കുക? പൗതി കൊടുക്കും അല്ലേ? ഒരാൾ മരിച്ച്, ഇപ്പോൾ പിന്നെ ഹംന എന്ന് പറയുന്ന ഒരു പെണ്ണ് മരിച്ച്, ഈ ഹംനൻ്റെ ഭർത്താവുണ്ട്, ഉമ്മയുണ്ട്, വാപ്പയുണ്ട്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ഹംനൻ്റെ ഭർത്താവിന് പകുതി കൊടുക്കും. കാരണം ഇവിടെ എന്താണ്? ഫറഉൻ വാരിസ് ഇല്ല, ഹംനക്ക് മക്കളില്ല, അതുകൊണ്ട് പകുതിയാണ് സ്വത്ത് വരി ഭർത്താവിന്. പിന്നെ വാപ്പാക്ക് ഉമ്മാക്ക് എത്ര കൊടുക്കും? ഉമ്മാക്ക് കൊടുക്കേണ്ടത് എത്ര? നമ്മൾ പഠിച്ച പ്രകാരം ഇവിടെ ഫറഉൻ വാരിസ് ഇല്ല, ഒരു സംഘം സഹോദരന്മാരും ഇല്ല. അപ്പോൾ എത്ര കൊടുക്കേണ്ടത്? 1/3 കൊടുക്കേണ്ടത്. പക്ഷെ 1/3 കൊടുത്തോ? 1/3 കൊടുത്തില്ല. എന്താ നമ്മൾ പറഞ്ഞത്? നമ്മൾ സുലുസുൽ ബാക്കിയാണ് പറഞ്ഞത്. അതായത് പിന്നെ പകുതി കൊടുത്തതിന് ശേഷം പിന്നീട് ബാക്കി വരുന്നത് എന്താണോ അതിൻ്റെ സുലുസുൽ ബാക്കിയാണ്. അതിനെ 1/3 കൊടുക്കാനാണ് നമ്മൾ പറഞ്ഞത്. അതാണ് മസല ഉമരിയൻ്റെ പ്രത്യേകത. അതായത് ഇപ്പോൾ നമ്മൾ മസല ഉമരിയ പ്രകാരമല്ല വീതിക്കുന്നത് എങ്കിൽ ഭർത്താവിന് പകുതി, ഉമ്മാക്ക് 1/3, ബാക്കി വാപ്പാക്ക് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇച്ചിരി കൊടുക്കുക. ഇത് 3 പിന്നെ പകുതിയാക്കിയിട്ടുണ്ടെങ്കിൽ 3 2 6 ഉണ്ടോ? പകുതി എത്രയാണ്? 3. 1/3 എത്ര? 2. വാപ്പാക്ക് എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. ഈ മസലയിൽ ഇങ്ങനെ ഇത് കൊടുക്കുക. പക്ഷെ ഉമർ റളിയല്ലാഹു തആലാന്റെ വിധി പ്രകാരം ഉമർ റളിയല്ലാഹുവിന് എന്ത് ചെയ്ത്? ഇവിടെ ഉമ്മാക്ക് 2, വാപ്പാക്ക് 1, അസബക്കാരന് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്ത്? ഈ മസലയിൽ ഉമറിൻ്റെ വിധിയാണ് എന്ത്? ഭർത്താവിന് ഒരിക്കലും കുറയാൻ പാടില്ല, അത് പകുതി തന്നെയാണ്. ഉമ്മ ബാക്കി വരുന്നുണ്ടല്ലോ, ഈ ഭർത്താവിന് 3 കൊടുത്തിട്ട് പിന്നെ വരുന്ന ഈ 3, ഈ 3ൻ്റെ 1/3 ആർക്ക്? ഉമ്മക്ക്. അതാണ് സുലുസുൽ ബാക്കി. ഭർത്താവിന് കൊടുത്തിട്ട് ബാക്കി വരുന്നതിൻ്റെ സുലുസ് 1/3 അതാണ് ആർക്കുണ്ടാകുക? ഉമ്മാക്കുണ്ടാകുക. അപ്പോൾ ഇവിടെ എത്ര ഉമ്മാക്ക് ഉണ്ടാവുള്ളൂ? ഉമ്മാക്ക് 1, വാപ്പാക്ക് എത്ര കിട്ടും? 2. കാരണം സുലുസുൽ ബാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സുലുസുൽ ബാക്കി 1, ശേഷിക്കുന്നത് 2. അതാണ് വാപ്പാക്ക്. ഇതാണ് മസല ഉമരിയ. മസല ഉമരിയ. തയ്യബ്. ഇവിടെ അബിൻ്റെ സ്ഥാനത്ത് ജദ് വന്ന്
നമ്മൾ പറഞ്ഞു അബു ആരെപ്പോലെയാണെന്നാണ്, ജദ്ദിനെ പോലെയാണ് അബില്ലെങ്കിൽ എന്നാണ്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ അബില്ല എന്ന് വെക്കുക, അബിൻ്റെ സ്ഥാനത്ത് ജദ് വന്ന്, അപ്പം എന്താ ചെയ്യുക? അബിൻ്റെ സ്ഥാനത്ത് ജദ് വന്നാൽ മസ്അല ഉമരിയ പ്രകാരമല്ല വീതിക്കുക. കാരണം ജദ് ഒന്നുകൂടി ഉമ്മയേക്കാൾ ആ ദർജയിൽ നിന്ന് അകന്നതാണ്. അതുകൊണ്ട് തന്നെ മസ്അല ഉമരിയയിൽ ഉമ്മാക്ക് എന്തല്ല സുലുസുൽ ബാക്കിയല്ല, ഉമ്മാക്ക് സുലുസുൽ അസിലിൽ എത്രയാണ് സുലുസുൽ അതാണ്. അപ്പോൾ ഇവിടെ ഉമ്മാക്ക് എത്ര ഉണ്ടാകുക? 2 ഉണ്ടാവും. വലിയപ്പാക്കോ 1 ഉണ്ടാകും. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മളവിടെ എഴുതിയത്. അപ്പോൾ ആദിൽ മരിച്ച് ആദിലിൻ്റെ സൗജത്തുണ്ട്, ആദിലിൻ്റെ ഉമ്മയുണ്ട്, അബുണ്ട്. അതാണ് മസ്അല ഉമരിയ. അപ്പോൾ ആദിലിൻ്റെ സ്വത്തിൽ സൗജക്ക് എത്രയാണ് ഉണ്ടാകുക? പകുതി. എങ്ങനെ ഉണ്ടാകുക? സൗജല്ലേ, പെണ്ണല്ലേ, ഭാര്യയല്ലേ? 4/1. കാരണം എന്താ? ആദിലിന് മക്കളില്ല, അപ്പം 4/1. ആദിലിൻ്റെ ഉമ്മാക്കോ അത് മസ്അല ഉമരിയാണ്, ജദ്ദല്ലുള്ളത്, വാപ്പയുള്ളത്. അപ്പോൾ സുലുസുൽ ബാക്കി. അതായത് ഈ സൗജക്ക് 4/1 കൊടുത്തതിന് ശേഷം വരുന്ന സ്വത്തിൻ്റെ 3/1, ആ സ്വത്തിൻ്റെ 3/1 ബാക്കി ആർക്കുള്ളതാണ്? വാപ്പാക്കുള്ളതാണ്. ഇവിടെ എഴുതാം, ആദിലിൻ്റെ ഇവിടെ എഴുതാം. ആദിൽ മരിച്ചപ്പോൾ ആരാ ഉള്ളത്? സൗജുണ്ട്, ഉമ്മണ്ട്, അബുണ്ട് അല്ലേ? സൗജക്ക് എത്ര പറഞ്ഞത്? 4/1. കാരണം എന്താ? ആദിലിന് മക്കളില്ല. ഉമ്മക്ക് എത്ര പറഞ്ഞത്? സുലുസുൽ ബാക്കി. ശേഷിക്കുന്നതിന് 3/1 ബാക്കി വാപ്പാക്ക് അല്ലേ? അപ്പോൾ ഇവിടെ 4 4/1 എത്ര? 1. പിന്നെ എത്ര ബാക്കിയുള്ളത്? 3 ബാക്കിയുള്ളത്. അതിൽ ഉമ്മക്ക് എത്ര ഉണ്ടാകുക? ഉമ്മാക്ക് 1, ബാക്കിയുള്ളതായിരിക്കാണ് വാപ്പാക്ക്. വേണ്ട, ഇങ്ങനെയാണ് ഓരിയേക്കണത്. കാരണം 4/1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് 3. ഈ 3ൻ്റെ 3/1 ആയിരിക്കുള്ളത്? ഉമ്മാക്കുള്ളത്. അല്ലാതെ മൊത്തം സ്വത്തിൻ്റെ 3/1. കാരണം ഇത് മസ്അല ഉമരിയാണ്. തയ്യിബ്, ആ മസ്അലയിൽ വാപ്പാൻ്റെ സ്ഥാനത്ത് ഇവിടെ ജദ് വന്നാലോ? അതാണ് അടുത്ത ഉദാഹരണം, അടുത്ത കോൾ അതാണ്. അത് ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ എഴുതാം. ഇതന്നെ മതി മസ്അല. ഇവിടെ ഉമ്മൻ്റെ സ്ഥാനത്ത് ആരുള്ളത്? ഇവിടെ വാപ്പാൻ്റെ സ്ഥാനത്ത് ജദ് വലിയാപ്പനുള്ളത്. അപ്പം എങ്ങനെ കൊടുക്കുക? ആദിലിൻ്റെ ഭാര്യയൊക്കെ എത്ര തന്നെയാണ്? 4/1. ആദിലിൻ്റെ ഉമ്മാക്ക് എത്രയാണ്? മൊത്തം സ്വത്തിൻ്റെ 3/1, ബാക്കിയുള്ളതിന് 3/1 മൊത്തം സ്വത്തിൻ്റെ 3, ബാക്കി വലിയാപ്പാക്ക്. അപ്പം എങ്ങനെ ഇത് ഓരിയൊക്കെ? 2 3 4 12 നിൽക്കി 3 4 12 12ന് 4/1 എത്ര? 3. 12ൻ്റെ 3/1 എത്ര? 4 അല്ലേ? ബാക്കി എത്ര ഉണ്ടാകുക? 5. വേണ്ട, ഇങ്ങനെ തോരിയൊക്കെ 4/1 3/1 വന്ന് 3 4 12 ഇങ്ങനെയാണ്. തബായിനല്ലേ? തബായിനാകുമ്പോൾ 12 അങ്ങനെയാണ് അസ്ലു മസാല. തയ്യ്. അപ്പം ഇവിടെ കണ്ട, ഇവിടെ ഇത് ആദ്യം എഴുതിയതും തമ്മിൽ വ്യത്യാസം കണ്ട. ആദ്യം എഴുതിയതിൽ ഉമ്മക്ക് എത്രയാണ്? സുലുസുൽ ബാക്കിയാണ്. ഭാര്യക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുള്ളതിന് 3/1 1 കൊടുത്തത്. ഇവിടെ അങ്ങനല്ല, ഇവിടെ ജദ് വന്ന് വാപ്പാൻ്റെ സ്ഥാനത്ത് ജദ്ദാണ്. അപ്പോൾ ഉമ്മാക്ക് അസ്ലുൽ മസലൻ്റെ 3/1 തന്നെ കിട്ടും. അസ്ലുൽ മസലൻ്റെ 3/1 തന്നെ കിട്ടും. മറ്റേ ഇനി അടുത്ത ഉദാഹരണം എന്താ? അടുത്ത ഉദാഹരണം മസല ഉമരിയയിൽ അടുത്ത ഉദാഹരണം എങ്ങനെ? ആയിക്കോട്ടെ. പക്ഷെ എന്നാലും മസല ഉമരിയയിൽ വീതിക്കുമ്പോൾ ഇനി ഇത് നമ്മളെന്നാലും സുലുസുൽ ബാക്കി കൊടുത്താലോ? അതിലേറെ കൂടും, സുലുസുൽ ബാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേറെ കൂടും. അപ്പോൾ ഒരു നിയമം ഈ അനന്തരാവകാശത്തിലുണ്ടല്ലോ, ഒരു നിയമം അത് എന്ത് ചെയ്യാണ്? അത് ഇതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? അത് എല്ലാ ഇതും കണക്കാണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഇതിൽ കാണാം, ചിലപ്പോൾ അനന്തരാവകാശത്തിൽ പറഞ്ഞ ചില സഹോദരങ്ങളുണ്ടല്ലോ, അഹ് മഷ്ഊമായിരിക്കും, ചിലർ അഹ് മബ്രൂക്കായിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സഹോദരനുള്ളത് കൊണ്ട് ഒരാൾക്ക് സ്വത്തോരി കിട്ടും. ചിലപ്പോൾ സഹോദരൻ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും, സ്വത്തോരി തടയും. അതുകൊണ്ട് ആ അഖിനെ കുറിച്ച് അനന്തരാവകാശത്തിൻ്റെ ഭാഷ അതൊരു ശകുനമായ സഹോദരനാണെന്ന്. സ്വത്തോരി കിട്ടുമ്പോൾ എന്തായി, മബ്റൂക്കായി. അതേപോലെ ജദ്ദുൻ സഹീഹ് ജദ്ദുൻ ഫാസിദ് എന്ന് പറയും. ചില മസലയിൽ ജദ് ഉണ്ടായാൽ സ്വത്ത് കിട്ടും, ചില ജദ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വത്ത് കിട്ടില്ല, അങ്ങനെ ഒരു മസല വരും. അപ്പോൾ ഫാസിദായ ജദ് സഹീഹായ ജദ് എന്ന് പറയും. മനസ്സിലായി? ഇതേപോലെയാണ് ചില മസലകൾ വരിക. അത് ഏതായാലും ഇവിടെ മസല ഉമരിയയിൽ വാപ്പയാകുമ്പോൾ ഉമ്മാക്ക് സുലുസുൽ ബാക്കിയാണ്, വല്യാപ്പയാണെങ്കിൽ ഉമ്മാക്ക് സുലുസുൽ ബാക്കിയല്ല, അസലുൽ മസലൻ്റെ 3-ൽ 1 അതാണ് നിയമം. ഇനി ഇവിടെ അടുത്ത ഉദാഹരണം അതേപോലെ തന്നെ മസല ഉമരിയയിൽ മറ്റേതാണ്. അതായത് ഭർത്താവും വാപ്പിയുമാണ് ഉള്ളത്. അപ്പോൾ സഹറ മരിച്ച് ആരാണുള്ളത്? ഭർത്താവും ഉണ്ട്, ഉമ്മി വാപ്പിയുണ്ട്. അതാണ് മസല ഉമരിയ. അപ്പോൾ എങ്ങനെ കൊടുക്കുക? സഹറിൻ്റെ സ്വത്തിൽ പകുതി ഭർത്താവിന്, സൗജിന്. പിന്നെയോ സുലുസുൽ ബാക്കി ഉമ്മാക്ക്, 3/1 ഒരു വിഹിതം ഉമ്മാക്ക്, ബാക്കി ആർക്കുള്ളതാണ്? വാപ്പാക്ക്. ഉമ്മ അബ് അല്ലേ? ഇതിൽ സഹറക്ക് കുട്ടികളില്ല, അതുകൊണ്ട് ഭർത്താവിന് പകുതി. ഉമ്മാക്ക് എത്രയാണ്? ഉമ്മാക്ക് ബാക്കിയുള്ളതിൻ്റെ 3/1. ബാക്കി സ്വത്ത് വാപ്പാക്കാണ്. കണ്ട? അപ്പം എങ്ങനെ സ്വത്ത് വരിയൊക്കെ? 3 2 6 അസൽ മസൽ 3 2 സൗജിന് എത്ര? സൗജിന് 3. ഉമ്മക്ക് എത്ര? സുലുസുൽ ബാക്കിയാണ്. ശേഷിക്കുന്ന 3-ന്റെ 1, 3/1 ഒരു ഭാഗം. ബാക്കി ആർക്കുള്ളതാണ്? വാപ്പാക്കുള്ളതാണ്. കണ്ട? ഇതാണ് മസല ഉമരിയ. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താ? ഈ അബിൻ്റെ സ്ഥാനത്ത് ആര് വരല? ജദ് വരലാണ്, വല്യാപ്പ വരലാണ്. അബിൻ്റെ സ്ഥാനത്ത് ജദ് വന്നാൽ എന്തായി ഇവിടെ? സുലുസുൽ ബാക്കി ഉണ്ടാവില്ല ഉമ്മാക്ക്. ഉമ്മാക്ക് എന്താണ് ഉണ്ടാകുക? മൊത്തം സ്വത്തിൻ്റെ 3/1. മൊത്തം സ്വത്തിൻ്റെ 3/1. ബാക്കി ആർക്കുള്ളതാ? വാപ്പാക്കൾ, വല്യാപ്പാക്കുള്ളത്. അപ്പോൾ എങ്ങനെ കര സ്വത്ത് വരിക? 6 സ്വത്ത് വരിച്ച വാണി പകുതി 3. ഉമ്മാക്ക് എത്ര ഉണ്ടാകുക? 2. വല്യാപ്പാക്കോ 1. വല്യാപ്പാക്ക് 1. എങ്ങനെ? ഉമ്മല്ലാതെ ജദ്ദത്തുണ്ടെങ്കിൽ മസല ഉമരിയല്ല. അപ്പം മസല ഉമരിയല്ല, ഉമ്മയും വാപ്പയും വരിക എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ ആരുടെ മസല പഠിച്ച്? ആർക്ക് സ്വത്തോരി കൊടുക്കണ പഠിച്ച്? ജദ്ദിന് സ്വത്തോരി കൊടുക്കണ പഠിച്ച്. ജദ് ഒന്നുകിൽ 6/1 എടുക്കും, അത് മയ്യത്തിന് ആൺകുട്ടി ഉണ്ടാകുമ്പോഴാണ്. ജദ് ബാക്കി സ്വത്തെടുക്കും, അത് ഫർദിൻ്റെ ആളുകൾ അവരുടെ സ്വത്തോരി എടുത്തതിന് ശേഷം ശേഷിക്കുന്നതാണ്. ജദ് 6/1 ബാക്കി കൊടുക്കും, അത് മസലയിൽ മയ്യത്തിന് പെൺകുട്ടികൾ ഉണ്ടാകുമ്പോഴാണ്. മസ്അല ഉമരിയയിൽ വാപ്പാൻ്റെ സ്ഥാനത്ത് ജദ്ദാണ് വരുന്നത് എങ്കിൽ എന്താ? മസ്അല ഉമരിയയിൽ വാപ്പാൻ്റെ സ്ഥാനത്ത് ജദ് വല്ലിപ്പയാണ് വരുന്നത് എങ്കിൽ എന്താ? ഉമ്മാക്ക് സുലുസുൽ ബാക്കിയല്ല, പിന്നെയോ സുലുസുൽ അസിൽ, അടിസ്ഥാന മസലൻ്റെ 3/1 സ്വത്തുവരി. ഉൾപ്പല്ല. അത് നിങ്ങൾ ആണ്ട് കുറിച്ചിട്ടാൽ മതി. അറബി എഴുതിയിട്ട് പിന്നെ നിങ്ങൾ അത് പരിഭാഷപ്പെടുത്തേണ്ട. അതിൻ്റെ ആ ഉദാഹരണത്തിന് നേരെ നിങ്ങളത് അതാണ്ട് എഴുതിയിട്ടാൽ മതി. നേരെ ഇനി മീറാസുൽ ബിൻത്. അടുത്ത് റിയർ കേസല്ല, എപ്പോഴും ഉണ്ടാകുന്ന കേസാണ്. മീറാസുൽ ബിൻത്. എന്താ മീറാസുൽ ബിൻത് പറഞ്ഞാൽ? മകളുടെ സ്വത്ത്, അനന്തര സ്വത്ത്. മകളുടെ അനന്തര സ്വത്ത്. മകളുടെ അനന്തര സ്വത്ത് 3 നിലക്കാണ്. ഒന്ന് എന്താ പറഞ്ഞ ഇത്? നിസ്ഫു ഹദ്ദി ദക്കർ, ആണിൻ്റെ ഓഹരിയുടെ പകുതി. 1 ആണിൻ്റെ ഓഹരിൻ്റെ പകുതി. 2 അന്നിസ്ഫ്, പകുതി. 3
അസുലുസാനി, 2/3. 2/3. ഈ 1/4 നിലയ്ക്ക് ആർക്ക് ഓരിട്ടുള്ളൂ? മകൾക്ക് സ്വത്ത് ഓരിട്ടുള്ളൂ. പിന്നെ ഒരാൾ മരിച്ച് ഒരാൾ അനന്തരം എടുക്കാനില്ല, ഒരു മകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 മക്കൾ മാത്രമേ ഉള്ളൂ, പെൺമക്കൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവർ മുഴുവനായിട്ട് സ്വത്ത് കിട്ടും. അതേസമയം മറ്റ് അനന്തരാവകാശികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറഞ്ഞത്, മകൾക്ക് ഒന്നുകിൽ ആണിൻ്റെ പകുതി കിട്ടും, അല്ലെങ്കിൽ മകൾക്ക് പകുതി കിട്ടും, അല്ലെങ്കിലോ മകൾക്ക് 2/3 സ്വത്തോരി കിട്ടും. അതെങ്ങനെയാണ്? അതാണ് നമ്മൾ പറയുന്നത്. ഒരാൾ മരിച്ച് അയാൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ അമ്ര മരിച്ച് അമ്രിന് അനന്തരമെടുക്കുന്ന ദക്കറുണ്ട്, ഫറഉൻ വാരിസിന് ദക്കറുണ്ട് എങ്കിൽ ആ മസലയിലാണെന്ത്? ആണിൻ്റെ പകുതി ആർക്ക്? പെൺകുട്ടിക്ക്. അപ്പോൾ അമ്രിന് ഇബിനുണ്ട് എങ്കിൽ, ഒരു ബിന്തു ഉണ്ട് എങ്കിൽ എത്ര സ്വത്തോരി? ആണിൻ്റെ പകുതിയാണ് ആർക്ക്? പെൺകുട്ടിക്ക്. അസബ ബിൽ ഖൈർ എന്നാ പറയുക, അല്ലെങ്കിൽ മാൽ ഖൈർ. മറ്റൊരാളോടൊപ്പം ഇവിടെ എന്താണ്? മറ്റൊരാളോടൊപ്പം ഇവിടെ അസബയാണ്. അപ്പോൾ ആണിൻ്റെ പകുതിയാണ് പെണ്ണ്. അവിടെ 3 ഭാഗം സ്വത്ത് ഓരി വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ കൊടുക്കുക. 3 ഓരി വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആണിന്, ഓരോരി പെണ്ണിന്. അപ്പോൾ ഇനി ഇതിന് ഒരു നിയമം പറഞ്ഞാണ്, എങ്ങനെ പറയാം? പെൺകുട്ടിക്ക് എപ്പോഴാണ് ആണിൻ്റെ പകുതി കിട്ടുക? പെൺകുട്ടിക്ക് എപ്പോഴാണ് പകുതി കിട്ടുക സ്വത്തോരി? മയ്യത്തിന് അനന്തരമെടുക്കുന്ന ആൺകുട്ടി ഉണ്ടെങ്കിൽ, അതിന് പറയലുണ്ടല്ലോ, ഇവളോടൊപ്പം മുഅസ്സിബ് ഉണ്ടെങ്കിൽ എന്നാണ്. ഇവളോടൊപ്പം മുഅസ്സിബ് ഉണ്ടെങ്കിൽ, മുഅസ്സിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്ത് ഒന്നായിട്ട് അനന്തരം എടുക്കുന്ന ഒരാൺതല ഉണ്ടെങ്കിൽ, ഇത് ഇവളുടെ നേരിട്ടുള്ള സഹോദരനായാലും മതി, ഇയാളുടെ വേറെ ഭാര്യയ്ക്ക് ഉണ്ടായ കുട്ടിയായാലും മതി. പക്ഷേ അവളെ ദർജയിലാകണം. എന്ന് പറഞ്ഞാൽ എന്താ? മക്കളായിരിക്കണം എന്നർത്ഥം. പേരക്കുട്ടികളാകാൻ പാടുള്ളതല്ല, മക്കൾ ആകണം. കണ്ടോ? അതായത് അമ്രിന് ഇപ്പം ഖദീജ എന്ന ഭാര്യയിലാണ് ഈ പെൺകുട്ടി, അമ്രിന് ആത്തിക്ക എന്ന ഭാര്യയിലാണ് ഈ ആൺകുട്ടി എങ്കിലും പകുതിയാണ് കിട്ടുക. ഇനി അമ്രിന് ഖദീജയിൽ തന്നെയാണ് ഇവർ രണ്ടാളുള്ളതില്ലെങ്കിലും എന്താണ്? അതെ അവൻ കിട്ടുക. കാരണം എന്താ? ഈ ബിന്തിനോടൊപ്പം മുഅസ്സിബാണ് ഈ കുട്ടി. അങ്ങനെ അമ്രിന് എങ്ങനെ? അമ്രിന് ഇവിടെ അമ്രിന് സഹോദരനുണ്ടെങ്കിൽ തന്നെ സ്വത്ത് കിട്ടൂല, പിന്നെ മകന്. കാരണം ഇവിടെ ആണ് വന്നില്ലേ? ഒരു സഹോദരനാണ് എങ്കിൽ അതാണ് നമ്മൾ ഇനി പകുതിൻ്റെ മസലേക്ക് പോണത്. അപ്പോൾ സ്വത്ത് പകുതി ഇട്ടിന്, അതായത് ആണിൻ്റെ പകുതിയല്ല, മൊത്തം സ്വത്തിൻ്റെ പകുതി. ഇവിടെ നമ്മൾ പകുതി എന്ന് പറഞ്ഞാൽ എന്ത് പകുതിയാ? ആണിൻ്റെ വിഹിതത്തിൻ്റെ പകുതിയാണ്. ഇവിടെ ഈ പെണ്ണ് ശരിക്കും അസബക്കാരിയാണ്, ഈ മകനോടൊപ്പം അസബക്കാരിയാണ്. അതായത് മൊത്തം സ്വത്ത് ഇവരെടുക്കും. അതെത്ര എടുക്കുക? ആണിൻ്റെ പകുതിയാണ് എടുക്കുക. അപ്പോൾ എപ്പോഴാണ് പെൺകുട്ടിക്ക് ആണിൻ്റെ പകുതി ഇട്ട? പകുതിക്ക് എന്നല്ല പറയേണ്ടത്. എപ്പോഴാണ് പെൺകുട്ടിക്ക് ആണിൻ്റെ പകുതി ഇട്ട? മയ്യത്തിന് അനന്തരം എടുക്കുന്ന ആണ് ഇവളുടെ മുഅസ്സിബായിട്ട്, ഇവളുടെ ദർജയിലുള്ള ആൺതല ഉണ്ടാകും, ആൺകുട്ടി ഉണ്ടാകും. വാപ്പാക്കുണ്ടാവും. വാപ്പാനും ഇമ്മാനും ആരും തടയില്ല, മക്കളെ ആരും തടയില്ല, ഭാര്യ ഭർത്താക്കന്മാരെ ആരും തടയില്ല. അതിന് നമുക്ക് ഹജബ എന്ന് പറഞ്ഞിട്ടൊരു മസല വരും. ആ ഹജബയിലാണ് ആരെ തടയും? പിന്നെ പണ്ടില്ല നമ്മൾ പറഞ്ഞ ചിലപ്പോൾ ഉമ്മക്ക് 3-1, ചിലപ്പോൾ ഉമ്മക്ക് 6-1. അപ്പം 3-1 ഉമ്മാനെ 6-1 തടയുക. അതാണ് ഹജബ് നുഖ്സാൻ എന്ന് പറയുന്നത്. പിന്നെ ചിലപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ആണ് വന്ന് സഹോദരനുണ്ടെങ്കിൽ സഹോദരന് കിട്ടാനല്ല, അതാണ് ഹജബ് ഹിർമാൻ എന്നറിയാം, പറ്റ സ്വത്ത് നിന്ന് തടയുക. അങ്ങനെ അതിന് വകുപ്പുകളുണ്ട്. അത് പിന്നീട് നമ്മൾ പഠിക്കും. ഇപ്പം നമ്മൾ പഠിക്കണത് പെൺകുട്ടിൻ്റെ സ്വത്തോരിയാണ്. പെൺകുട്ടിക്ക് സ്വത്തോരി അതിൽ ഒന്നാമത്തേത് എന്താ? എത്ര സ്വത്ത്? ആണിൻ്റെ പകുതി ഓരി. എപ്പോഴാണ് ആണിൻ്റെ പകുതി ഓരി? മയ്യത്തിന് അനന്തരം എടുക്കുന്ന
മകനുണ്ടെങ്കിൽ, അനന്തരം എടുക്കുന്ന മകനുണ്ടെങ്കിൽ, അനന്തരം എടുക്കുന്ന മകൻ മയ്യത്തിന് മകനല്ല. ഇപ്പം ഈ മകനുണ്ടല്ലോ, ഇയാൾ കാഫിറായിക്കണമെങ്കിൽ എന്താ കിട്ടൂല, അനന്തരം എടുക്കുന്ന മകനല്ല. അള്ളാഹു നമ്മളെ കാരണനാവുള്ളൂ. പിന്നെ ഇനി പെൺകുട്ടിക്ക് പകുതി സ്വത്തോരി, പകുതി സ്വത്തോരി എപ്പോഴാണ് പെൺകുട്ടിക്ക് പകുതി സ്വത്തോരി കിട്ടുക? മയ്യത്തിന് ആൺകുട്ടികൾ ഉണ്ടാകരുത്, അതൊന്ന്. പിന്നെയോ മയ്യത്തിന് ഇവൾ തനിച്ചാകണം. മുഅസ്സിബും ഉണ്ടാകരുത്, മുശാരിക്കത്തും ഉണ്ടാകരുത് എന്നാണ് അതിന് ഫറായിദ് പറയാം. എപ്പോഴാണ് പെണ്ണിന് പകുതി സ്വത്ത് കിട്ടുക, നിസ്ഫ് കിട്ടുക? അത് ആദിൽ മരിച്ച്, ആദിലിന് എന്തുണ്ട്? ഒരു ബിന്തുണ്ട്, പിന്നെ ഇവൾക്ക് ഒരു അബു ഉണ്ട്. കണ്ടോ? ഈ മസലയിൽ ഈ പെൺകുട്ടിക്ക് മുഅസ്സിബുമില്ല, പിന്നെ മുശാരിക്കത്തുമില്ല. ഇങ്ങനെ വരാം. മുഅസ്സിബുമില്ല, മുശാരിക്കത്തുമില്ല. അതെങ്ങനെ മനസ്സിലാക്കുക? ഇവിടെ ശ്രദ്ധിക്ക്. മുഅസ്സിബ് എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിയാ, ഇവളോടൊപ്പം സ്വത്താനന്തരം എടുക്കുന്ന, ഒന്നിച്ചെടുക്കുന്ന ആളാണ് മുഅസ്സിബ്. അപ്പം മസലയിൽ ആരുണ്ടാകാൻ പാടുള്ളതല്ല? ഇവളുടെ സഹോദരങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല, സഹോദരങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല. പിന്നെ മുശാരിക്കത്ത് ഉണ്ടാകാൻ പാടുള്ളതല്ല. മുശാരിക്കത്ത് എന്ന് പറഞ്ഞാൽ ഇവളുടെ കൂടെ ഒരു പെൺകുട്ടിയുടെ ഉണ്ട് എന്നൊക്കെ. പെൺകുട്ടി ഉണ്ടെങ്കിൽ എന്തായി? സ്വത്ത് 3/2 ഇവൾക്ക്. പകുതിയിൽ നിന്ന് പോയി, എവിടേക്ക് പോയി? 3/2 പോയി. കാരണം എന്താ? മുശാരിക്കത്ത് വന്ന് ഇവൾക്ക് സ്വത്ത് അനന്തരം എടുക്കാൻ അവൾക്ക് ഒരു ഒരാൾ കൂടി വന്നു. അതാണ് ഇനി നമുക്ക് ഇനി അടുത്ത വിഹിതം അവൾക്ക്. കണ്ടോ? അപ്പോൾ ഈ മസലയിൽ ഇപ്പോൾ ആദിലിൻ്റെ ഈ സ്വത്ത് വരിയാക്കുമ്പോൾ പെൺകുട്ടിക്ക് എത്രയാണ് സ്വത്തോരി? പകുതിയാണ്. ബാക്കി സ്വത്ത് വാപ്പാക്ക്. കണ്ടോ? 2ൽ 1 ആർക്ക്? പെൺകുട്ടിക്ക്, 1 വാപ്പാക്ക്. മനസ്സിലായോ? ഇവിടെ എന്തുകൊണ്ട് പകുതി കിട്ടി അത് പറഞ്ഞാണ് ഇനി. കിട്ടാൻ കാരണം ഇങ്ങനെ പറഞ്ഞാൽ മതി. മുഅസ്സിബില്ല, മുശാരിക്കത്തുമില്ല. മുഅസ്സിബ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവളുടെ സഹോദരനാണ്. അത് നേരിട്ടുള്ള സഹോദരനാകാം, അല്ലെങ്കിൽ വേറെ സഹോദരനാകാം. പിന്നെ ഇതിലാരില്ല? മുശാരിക്കത്തില്ല. മുശാരിക്കത്ത് ആരാണ്? ഇവളുടെ സഹോദരി. സ്വത്താനന്തരം എടുക്കുന്ന സിസ്റ്റർ അവൾക്കില്ല. സിസ്റ്റർ ഉണ്ടെങ്കിൽ എന്തായി? പകുതിയിൽ നിന്ന് 3/2. 3/2 പകുതി കിട്ടൂല. ഇവിടെ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളത്. 3/2 അവർക്ക് 3/2. 3/2 പകുതി ആക്കിയിട്ട് 2 തുല്യമായിട്ട് എടുക്കും. വേറെ ആരുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കണം. അസബക്കാരുണ്ടോ, വേറെ ഫർദിൻ്റെ ആളുകളുണ്ടോ? അതില്ല എങ്കിൽ ദബുൽ അർഹാം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അവരുണ്ടോ? അതൊന്നുമില്ലാതെ ഒരു പിന്നെ ദ്വീപിൽ 2 പെൺകുട്ടികൾ മാത്രമാണ് വാപ്പാക്കുള്ളതെങ്കിൽ സ്വത്ത് മുഴുവൻ അവർക്കുള്ളതായിരിക്കും. അത് വേറെ. അപ്പോൾ ഇപ്പം നമ്മൾ ഒന്നുകൂടി അത് ഉറപ്പിക്കുക. അതായത് ആണിൻ്റെ പകുതി സ്വത്തോരി എപ്പോഴാണ്? മസലയിൽ ആൺകുട്ടികൾ ഉണ്ടാകുമ്പോഴാണ്. മയ്യത്തിന് അനന്തരം എടുക്കുന്ന ആൺകുട്ടികൾ ഉണ്ടാകുമ്പോഴാണ്. പകുതി സ്വത്ത് പെണ്ണിന് എപ്പോഴാണ് കിട്ടുക? മസലയിൽ ഈ പെൺകുട്ടിയോടൊപ്പം മുഅസ്സിബും മുശാരിക്കത്തും ഇല്ലാതിരിക്കുമ്പോഴാണ്. മുഅസ്സിബ് എന്ന് പറഞ്ഞാൽ ആൺതല സ്വത്ത് അനന്തരം എടുക്കുന്നത്. മുശാരിക്കത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ സഹോദരിമാർ സ്വത്ത് അനന്തരം എടുക്കുന്നത്. ഇനി അടുത്ത വരി എന്താ പെണ്ണിന്? അടുത്ത വരി സുലുസാനിയാണ്. സുലുസാനി പറഞ്ഞാൽ അത്ര 3/2. സുലുസാനി എന്ന് പറഞ്ഞാൽ 3/2 ഇതാണ് സുലുസാനി. എപ്പോഴാണ് പെൺകുട്ടിക്ക് സുലുസാനി കിട്ടുക? 1 കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ. 1 കൂടുതൽ പെൺകുട്ടികൾ ഒരാൾക്കുണ്ട് എങ്കിൽ അപ്പോഴാണ് എന്ത് ചെയ്യുക? സുലുസാനി കിട്ടുക. പക്ഷേ അതിലെന്തുണ്ടാകാൻ പാടുള്ളതല്ല? മുഅസ്സിബ് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇവൾക്ക് പെൺകുട്ടിക്ക് മുശാരിക്കത്ത് ഉണ്ടാവുകയും മുഅസ്സിബ് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത്? പിന്നെ 3/2 കിട്ടുക. അപ്പം അതിൻ്റെ ഉദാഹരണം ഇത് നമ്മൾ എഴുതിയ ഉദാഹരണത്തിൽ സെയ്ദിന് ബിൻതാനി ഉണ്ട്. ബിൻതാനി പറഞ്ഞാൽ 2 പെൺമക്കൾ, പിന്നെ ഉമ്മയുണ്ട്. അല്ലെങ്കിൽ
ഇബിനുണ്ടാകാൻ പറ്റൂല. കണ്ട ഇതിൽ നോക്കിയേ, ഈ പെൺകുട്ടികൾക്ക് സ്വത്തോരി 2/3 ഉമ്മാക്ക് 1/6. എന്താ 2/3? എന്തുകൊണ്ട് പകുതിയെ കൊടുത്തില്ല? ഇവിടെ നോക്കി, ഇവിടെ ശ്രദ്ധിക്ക്. ഇതിൽ എന്തുകൊണ്ടാണ് പകുതി കൊടുക്കാതിരുന്നത് ഈ പെൺകുട്ടികൾക്ക്? മുഷാരിക്കത്തുണ്ട്. ഈ ഒരു പെൺകുട്ടി മാത്രമല്ല, 2 പെൺകുട്ടികളുണ്ട്. അപ്പം മുഷാരിക്കത്തുണ്ട് അല്ലേ? എന്തുകൊണ്ട് ആണിൻ്റെ പകുതി കൊടുക്കാതിരുന്നത്? ആണില്ല, മുഅസ്സിബില്ല, ആണില്ല. അതുകൊണ്ട് ഇവർക്ക് 3/2 സ്വത്തോരി. അപ്പോൾ 1-ലേറെ പെൺകുട്ടികൾ ഉണ്ടാവുക. അപ്പോഴാണ് മസലയിൽ അവർക്ക് എന്ത് 3/2. ഫൈൻ കുന്ന നിസാഅൻ ഫൗക സ്നതൈനി ഫലഹുന്ന സുലുസാൻ. ഫൈൻ കാനത് വാഹിദതൻ ഫലഹൻ നിസ്ഫ്. പെൺകുട്ടി ഒന്നാണെങ്കിൽ അവൾക്ക് പിന്നെ പകുതിയാണ്. മനസ്സിലായ? അതാണ്. ഇനി ആ ഉദാഹരണങ്ങൾ നമുക്കിങ്ങനെ വെറുതെ നോക്കിയിട്ട് പോയാൽ മതി. ഇപ്പം പെൺകുട്ടിൻ്റെ സ്വത്തോരിയിൽ പെൺകുട്ടിക്ക് വേണ്ട, ഇവിടെ സെയ്ദ് മരിച്ച്, അതാണല്ലോ ആദ്യത്തെ ഉദാഹരണം. സെയ്ദിന് ബിന്തും ഉണ്ട്, ഇബിനും ഉണ്ട്. എത്ര സ്വത്തോരി ബിന്തിന്? ആണിൻ്റെ പകുതി. ആണിൻ്റെ പകുതി. കാരണം എന്താ? ആ ബിന്തിനോടൊപ്പം അവളുടെ കൂടെ മുഅസ്സിബ് ഉണ്ട്. അപ്പോൾ അവർ ആ പെൺകുട്ടി ആൺകുട്ടി സ്വത്ത് മൊത്തത്തിലെടുക്കും. ആണിൻ്റെ പകുതിയാണ് പെണ്ണിന്. ഇനി ആമിർ മരിച്ച്, ബിന്താനി ഉണ്ട്, ഇബിനും ഉണ്ട്. 2 പെൺമക്കളും ഉണ്ട്, ഇബിനും ഉണ്ട്. എത്ര സ്വത്തോരി? 2 പെൺകുട്ടികളുണ്ടാകുമ്പോൾ 3/2 കിട്ടുക. അത് ഞാൻ ബോധപൂർവ്വം എഴുതിയേ. ആണുണ്ട്, ആണിൻ്റെ പകുതി. അതായത് അതെന്തിനാ എഴുതിയത്? ശരിക്കും ഇവിടെ മനസ്സിലാക്കേണ്ടത് പിന്നെ അതിലാരാണ്? ആമിറാണ്. ആമിറിൻ്റെ സ്വത്തോരി നമ്മളിവിടെ എഴുതണത്. ബിന്താനി ഉണ്ട്, ഇങ്ങനെ എഴുതുക. ഞാൻ പിരിച്ചെഴുതാ. ബിന്തും പിന്നെ ആരാണുള്ളത്? ഇബിനാണുള്ളത്. വേണ്ട, ഇതിൽ ഇവരുടെ കൂടെ ആര് വന്നിട്ടുണ്ട്? ഇവരുടെ മുഅസ്സിബ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മയ്യത്തിന് ആൺ തലം ഉണ്ട് എങ്കിൽ ഈ ആണിൻ്റെ പകുതി ആയിരിക്കും ആർക്കുണ്ടാകുക? പെണ്ണിനുണ്ടാകുക. അപ്പോൾ ഈ സ്വത്ത് ഒരേക്കും ഇവരൊന്നായിട്ട് അസബക്കാരാണ്. ഒന്നായിട്ട് ഇവർ സ്വത്തെടുക്കും. ഈ മുഅസ്സിബിനോടൊപ്പം ഈ പെൺകുട്ടികൾ അസബ മഅൽ ഗൈർ എന്നാ പറയാം, മറ്റൊരാളോടൊപ്പം അവർ അസബയാണ്. അപ്പോൾ 4 ഓരി വെക്കും. 2 ഇരട്ടി ആണിനും ഓരോ ഓരി ആയിരിക്കും പെൺകുട്ടികൾക്കും ഉണ്ടായത്. കണ്ട, അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 പെൺകുട്ടികളുണ്ട് വിചാരിച്ചിട്ട് 3/2 അല്ല. കാരണം എന്തുകൊണ്ട്? വുജൂദിൽ ഫർഉൽ വാരിസ് അദ്ദക്കർ, അനന്തരം എടുക്കുന്ന ഫർഉൽ വാരിസ് ദക്കർ ഉണ്ട്. ആൺകുട്ടി ഇവരോടൊപ്പം ഉണ്ട്. ഇവരുടെ സഹോദരൻ ഉള്ളത് കൊണ്ട് അവർ സഹോദരനോടൊപ്പം അസബയാണ്. സ്വത്ത് ആണിൻ്റെ പകുതിയാണ് പെണ്ണിന്. ഇനി അടുത്ത എന്താ എഴുതിയ? ഇബിനാനി വ ബിന്ത്. ഉമറിന് അനന്തരം എടുക്കാൻ ആരാണുള്ളത്? ഇബിനാനിയാണ്. അപ്പം എങ്ങനെ സ്വത്തോരി? ഉമർ, ഇബിന് അല്ലേ, അതല്ല ഇബിനാനി, പിന്നെ ബിന്ത്. എങ്ങനെ സ്വത്ത്? കണ്ട, ഇതിൽ ഇവള് ഈ ആൺമക്കളോടൊപ്പം ഉണ്ടല്ലോ, ആണ് വന്ന് ഇവിടെ. അതുകൊണ്ട് ഇവരോടൊപ്പം അസബയാണ്. സ്വത്ത് ഓരി വെക്കുമ്പോൾ എങ്ങനെ സ്വത്ത് ഓരി വെക്കും? 5 വെച്ചിട്ട് 2 2 1. കണ്ടോ? ആണിൻ്റെ പകുതിയാണ് ഇവിടെ ആർക്ക്? പെണ്ണിന്. ആണിൻ്റെ പകുതിയാണ് പെണ്ണിന്. മനസ്സിലാണ്ട? ഇനി അടുത്ത ഉദാഹരണം എന്താ? അടുത്ത ഉദാഹരണം പിന്നെ പെണ്ണിന് പകുതി കിട്ടുന്നതാണ്. പെണ്ണിന് പകുതി സ്വത്ത് വരി കിട്ടുന്നതാണ്. സെയ്ദും ഉണ്ട്. സെയ്ദ് മരിച്ച് 2 സഹോദരന്മാരുണ്ട്, അഹ്വാനി, പിന്നെ ഒരു ബിന്തും ഉണ്ട്. അവിടെ ബിന്തിന് എത്ര സ്വത്തോരി? പകുതിയാണ്. എന്തുകൊണ്ടാണ് പകുതി? മുഅസ്സിബില്ല, അവളുടെ സഹോദരനില്ല, പിന്നെ മുഷാരിക്കത്തും ഇല്ല. മുഷാരിക്കത്ത് പറഞ്ഞാലേ അവളുടെ കൂടെ അവളുടെ സഹോദരിയില്ല. അതുകൊണ്ട് തന്നെ ആ മസലയിൽ പെണ്ണിന് പകുതിയാണ്. ബാക്കി സ്വത്ത് ഈ 2 സഹോദരങ്ങൾക്കാണ്, അഹ്വാനിക്കാണ്. ഉണ്ടോ? ബാക്കി അഹ്വാനിക്ക്.
ആമിറിൻ്റെ മസലയിൽ ആമിർ മരിച്ച് വാപ്പിയുണ്ട് മകളും ഉണ്ട്. വാപ്പാക്ക് എത്ര സ്വത്ത്? 6-1. ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയും 6-1 ബാക്കിയും. മകൾക്കോ പകുതി. എന്തുകൊണ്ടാണ് മകൾക്ക് പകുതി? മുഅസ്സിബില്ല, അവൾ ആങ്ങളായിലില്ല. പിന്നെയോ മുഷാരിക്കത്തുമില്ല, അവൾക്ക് മറ്റൊരു സഹോദരിയും ഇല്ല. ഇനി ഉമർ മരിച്ച് സൗജത്തും ബിന്തും ഉണ്ട്. ഉമറിൻ്റെ സൗജത്തും ഉണ്ട് ബിന്തും ഉണ്ട്. ഉമറിൻ്റെ സൗജത്തിന് എത്ര സ്വത്ത്? 8-1. എന്തുകൊണ്ട്? ഉമറിന് മകളുള്ളത് കൊണ്ട്. ഓക്കെ. തൈ ബിന്തിനാണ് എത്ര? പകുതി. പകുതി സ്വത്ത് ബിന്തിനാണ്. കാരണം എന്താണ്? ആ മസലയിൽ മുഅസ്സിബുല്ല മുഷാരിക്കത്തുമില്ല. മുഷാരിക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ആ ഗ്രേഡിലുള്ള സഹോദരികൾ. ഇനി സെയ്ദ് മരിച്ച അടുത്തതിൽ സെയ്ദിൻ്റെ ഉമ്മുണ്ട്, 2 ബിന്തുണ്ട്, പെൺകുട്ടികളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. എത്ര സ്വത്ത്? 3/2 സ്വത്ത്. കാരണം എന്താ 3/2 കാരണം? പിന്നെ 2 പെൺകുട്ടികളുണ്ട്, 1-ലേറെ പെൺമക്കളുണ്ട്. പിന്നെ ആരില്ല? അവരുടെ കൂടെ മുഅസ്സിബില്ല. 6-1 ഉമ്മാക്ക്. ആമിറിന് അബു ഉണ്ട്, ബിന്താനി ഉണ്ട്. ബിന്താനിക്ക് എത്ര കൊടുക്കുക? 3/2. എന്തുകൊണ്ട്? മസലയിൽ ആരില്ല? മുഅസ്സിബില്ല. മുഷാരിക്കത്തുണ്ട്, അതുകൊണ്ട് മുഷാരിക്കത്ത് മാത്രമാണുള്ളത്, മുഅസ്സിബില്ല. ഉണ്ടോ? മുഷാരിക്കത്തുണ്ട്, അതുകൊണ്ടാണ് 3/2. വാപ്പാക്ക് ബാക്കി 6-1 ബാക്കി. ഇനി ഉമർ മരിച്ച് അഹുണ്ട്, സലാസ ബനാത്തും ഉണ്ട്. അഹുണ്ട്, സലാസ ബനാത്തും ഉണ്ട്. എത്ര സ്വത്ത്? സലാസ ബനാത്തിന് 3/2. ആ 3/2 അവർ വീതിച്ചെടുക്കണം, 3 ആൾ കൂടിയിട്ട്. ബാക്കി സ്വത്ത് അഹറിനുള്ളതാണ്, ഉമറിൻ്റെ സഹോദരന് ഉള്ളതാണ്. മനസ്സിലായ? എങ്ങനെ എങ്ങനെ ഇവിടെ പൗതി പൗതി അല്ലല്ലോ പറഞ്ഞ്. അതായത് 2 ആൺകുട്ടികൾ 1 പെൺകുട്ടി ഒരു മസലയിൽ വന്ന്, ആൺകുട്ടികളും പെൺകുട്ടികളും വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്നായിട്ടാണ് സ്വത്ത് ഓരിയെടുക്കുക. ഒന്നായിട്ട്. എങ്ങനെ സ്വത്ത് ഓരിയെടുക്കും? ആണിൻ്റെ പകുതി ആയിരിക്കും പെണ്ണിന്. ആണിൻ്റെ പകുതി ആയിരിക്കും പെണ്ണിന്. അപ്പോൾ എത്ര ആണുണ്ടോ ഇരട്ടി എണ്ണും. ആണിനെ ഇരട്ടി എണ്ണും, പെണ്ണിനെ ഒറ്റയായിട്ട് എണ്ണും. ഇവിടെ നമ്മൾ 3 ആളാണ് ഉള്ളത്. ആണിനെ ഇരട്ടി എണ്ണിയപ്പോൾ 4 1 5, 2 വീതം ആൺകുട്ടികൾക്ക്, 1 പെണ്ണിന്. ഇനി അതില്ല, പിന്നെ 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 ഇവർക്ക് ഓരോന്ന് കൊടുത്ത് ഇവിടെ അര കൊടുത്ത് മുഷ്കിൽ 2.5 ആക്കിയിട്ട് മാഫി മുഷ്കിൽ. ഒരു പെണ്ണിനും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പെണ്ണും കൂടി ഉണ്ടൊക്കെ 4 മക്കളാണെങ്കിൽ സത്തോരി വെക്കുമ്പോൾ 3 ആക്കുക. എന്നിട്ട് ഇവിടെ ആരാ മുഷ്കിൽ. കാരണം എന്താ? പിന്നെ ഈ മയ്യത്തിന് ആൺകുട്ടി ഉണ്ടെങ്കിൽ, എങ്ങനെയുള്ള ആൺകുട്ടി? സ്വത്ത് അനന്തരം എടുക്കുന്ന ഇവളുടെ സഹോദരനായിട്ടുള്ള മുഅസ്സിബായിട്ടുള്ള ആണുണ്ട് എങ്കിൽ അതിൽ നിസ്ഫു ഹദ്ദി ദക്കർ, ആണിൻ്റെ ഓരിയുടെ പകുതിയാണ് ആർക്ക്? പെൺകുട്ടി. അപ്പോൾ നമ്മളിന്ന് വല്ലിമ്മ, വല്ലിപ്പ, ജദ്ദത്ത്, ജദ്, അതേപോലെ ബിന്ത്, ഇവരുടെ സ്വത്തോരിയാണ് ഇത് നമ്മൾ പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.